അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനീഷ് കെ പോൾ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം ഒരു പ്രാർത്ഥനയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനീഷ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അരോമ ടിവിയിൽ എൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവെക്കുവാൻ കർത്താവ് നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം തന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററോടുള്ള പ്രത്യേകമായിട്ടുള്ള ക്രിസ്തുയേശുവിലുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ അനീഷ് കെ പോൾ എന്നാണ്. എൻ്റെ ഒഫീഷ്യൽ നെയിം അനീഷ് കുമാർ എന്നാണ്, എങ്കിലും അനീഷ് കെ പോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ സ്തോത്രം ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ ഞാൻ ജനിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ കോട്ടയം ജില്ലയിൽ കങ്ങഴ എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞാൻ ശുശ്രൂഷിക്കുന്ന കർത്താവിന് വേല ചെയ്യുന്ന ഛത്തീസ്ഗഡിലാണ്. ബിലായിൽ താമസിച്ചുകൊണ്ട് കർത്താവിന് വേല ചെയ്യുന്നു. എനിക്ക് ഒരു ഭാര്യയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോനുണ്ട്. എൻ്റെ ഫാദറിലോയും മദറിലോയും എല്ലാവരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മാതാവ് ഇപ്പോൾ ഖത്തർ വിശ്രമിക്കുന്നു. അതുപോലെ എൻ്റെ പിതാവുണ്ട്. അതുപോലെ എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അവരെല്ലാം ഫാമിലിയായിട്ടും കർത്താവിലായിരിക്കുന്നു. എല്ലാത്തിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിൽ നിലവിലായിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ഫാമിലിയിൽ ഇന്നും എല്ലാവരും ഹിന്ദുക്കളായിട്ടാണ് ഇരിക്കുന്നത്. ചുരുക്കം ഒരു 2 ഫാമിലി വിശ്വാസത്തിൽ വന്നിരുന്നു. എങ്കിൽ തന്നെ സ്തോത്രം അവരിലും ചിലരൊക്കെ പൂർണ്ണമായിട്ട് കർത്താവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് പറയാൻ പറ്റത്തില്ല. എന്നാൽ ദൈവകൃപയാൽ ഇന്ന് ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം നിലനിർത്തിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. എൻ്റെ ബാല്യകാലം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ 23ാമത്തെ വയസ്സിലാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകിയതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നാൽ എൻ്റെ ഫാമിലിയിൽ ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കർത്താവിലേക്ക് തിരിവാൻ കാര്യം, ഞങ്ങളുടെ ഫാദർ ഞാൻ ജനിച്ചതിന് ശേഷം ഞങ്ങളുടെ ഫാദർ ഒരു രോഗിയായി മാറി. തൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ തൻ്റെ തലയുടെ, അതായത് നമ്മുടെ ഈ തലയുടെ പുറകിലൂടെ പോകുന്ന ഒരു മെയിൻ ഞരമ്പിന്റെ രക്തഓട്ടത്തിന്റെ വിഷയം തനിക്കുണ്ടായിരുന്നു. രക്തം ഓട്ടത്തിന്റെ വിഷയം തനിക്കുണ്ടായി. അപ്പോൾ തന്നെ തനിക്ക് ആ രോഗത്തിന് വേണ്ടി അനവധി സ്ഥലങ്ങളിൽ ചികിത്സയ്ക്കായിട്ടൊക്കെ കടന്നു പോകാനിടയായി. എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയൊക്കെയുള്ള പ്രശസ്തമായിരിക്കുന്ന ആശുപത്രികളിലും ഡോക്ടർമാരെയൊക്കെ പോയി കാണിക്കുവാനിടയായി തീർന്നു. തൻ്റെ തലയ്ക്ക് മുകളിലോട്ട് എപ്പോഴും താൻ ഇങ്ങനെ ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും തല ഇങ്ങനെ നേരെ നിൽക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ ഒരു ഗോഷ്ടിയൊക്കെ കാണിക്കുന്ന പോലെ ഈ പെടലിക്ക് മുകളിലോട്ട് താൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പ്രത്യേക ഒരു ശബ്ദമൊക്കെ താൻ ഇങ്ങനെ പുറപ്പെടുവിക്കും. തല ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ ആ ഞരമ്പിന്റെ വിഷയം കാരണം ഒത്തിരി ചികിത്സിക്കുകയോ ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. ആ സമയത്താണ് ഞാൻ ജനിച്ചതിന്റെ അന്ന് ഞങ്ങളുടെ വിശ്വാസപ്രകാരം, ഞങ്ങൾ അന്ന് ജീവിച്ച ഹൈന്ദവ ചുറ്റുപാടിലോ വിശ്വാസപ്രകാരമൊക്കെ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ ആ പ്രമാണത്തിൽ തന്നെയാണ് ജീവിച്ചത്. ഞങ്ങൾ ഭക്തിയോടൊക്കെയാണ് ജീവിച്ചത്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ക്ഷേത്രങ്ങളിൽ പോവുകയും കാര്യങ്ങളും അതുപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ ഒരു ക്രമത്തിന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടൊക്കെയാണ് ഇരുന്നത്. അതിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് ഇങ്ങനൊരു വിഷയം കടന്നു വന്നു. അപ്പം ഇദ്ദേഹത്തിന് ചികിത്സിച്ചിട്ടൊന്നും പൂർണ്ണമായിട്ടൊരു വിടുതൽ കാണാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് പറയുന്നത് കുറച്ച് ഗുളികയൊക്കെ എഴുതി തരും, കുറച്ച് ടെസ്റ്റുകൾ നടത്തും, എന്നിട്ട് നിങ്ങൾ പോയി കഴിക്കാനാണ് പറഞ്ഞത്, വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ തനിക്ക് ജോലി ചെയ്യാനൊക്കെ ഉള്ള വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഞരമ്പിന്റെ വിഷയം കാരണം തല ശരിക്കും നേരെ നിൽക്കാത്തതും തലയിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയും പ്രത്യേക ശബ്ദമൊക്കെ കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്ന മുഖാന്തരം തനിക്ക് താൻ ചെയ്യുന്ന ജോലി പോലും, താൻ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ താൻ തടിപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പണി പോലും ശരിക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ വരുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഒരു ഫാദറിന്റെ ഒരു അച്ഛന്റെ
ഒരു ജ്യേഷ്ഠന്റെ മോൻ. അദ്ദേഹം ഞങ്ങളുടെ ദേശത്ത് അറിയപ്പെടുന്ന ഒരു വലിയ പൂജാരിയൊക്കെയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ക്ഷേത്രമൊക്കെ വെച്ച് അവിടുത്തെ ഒരു പൂജാരിയായിട്ടും ഈ ശബരിമലയുടെ ഒക്കെ സീസൺ ആകുമ്പോൾ തന്നെ ആ ദേശത്തെ ഒരു വലിയ പെരിയ സ്വാമിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ആൾക്കാരെ ലീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹവും പിന്നെ അറിയാവുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഈ നമ്മള് കഴിഞ്ഞ നാളിലെ വിശ്വാസ പ്രകാരമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിന്റെ നക്ഷത്രം നോക്കുക, അതിന്റെ ഗ്രഹനില നോക്കുക, അത് വെച്ചൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്ന കാര്യം അവരുടെ വിശ്വാസത്തിലുണ്ടല്ലോ. ആ ഒരു പഴയ കാലത്തെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഞാൻ ജനിച്ചപ്പോഴും എൻ്റെ ഗ്രഹനിലയൊക്കെ നോക്കിയപ്പോഴും അവർ പറയുന്നത്, ഞാൻ ജനിച്ചതിന്റെ എന്തോ ഒരു ദോഷം നിമിത്തമാണ് പിതാവിന് ഈ രോഗം ഭവിച്ചത്. ഞാൻ ജനിച്ചതിന്റെ ഒരു ദോഷഫലമായിട്ടാണ് പിതാവിന് ഈ രോഗം വന്നിരിക്കുന്നുള്ള എൻ്റെ നാളൊക്കെ വെച്ച് അവര് നക്ഷത്രം വെച്ച് അവരുടെ ആചാരപ്രകാരം ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അവരങ്ങനാണ് പറഞ്ഞത്. അപ്പം അത് തന്നെയല്ല, പിന്നെ എൻ്റെ മാതാവൊക്കെ പറഞ്ഞതിന്റെ അറിവാണ് എനിക്കുണ്ടായത്. ഞാനന്ന് എൻ്റെ വളരെ കുഞ്ഞിലെ തന്നെയാണ് പിതാവിന് രോഗിയായി. ഞാൻ ജനിച്ച 6 മാസത്തിന് കഴിഞ്ഞാണ്ട പിതാവ് രോഗിയായി മാറിയത്. അപ്പം എൻ്റെ മാതാവ് പറഞ്ഞാണ് എനിക്കറിവ്. അന്നേരം ഇവര് പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന്റെ ഈ മോൻ ജനിച്ചതിന്റെ അദ്ദേഹത്തിന്റെ നാളിന്റെ വിഷയമാണ്. ദോഷ സമയത്ത് കുഞ്ഞ് ജനിച്ചത്, അത് മുഖാന്തരമാണ് ഇങ്ങനെ ഭവിച്ചത്. പിന്നെ ഒരു കാര്യം പറയുവാനിടയായി തീർന്നു, ഈ കുഞ്ഞിന് ഏകദേശം 14ഓളം വയസ്സ് വരെ ജീവിച്ചിരുന്നു. അതിനപ്പുറത്തോട്ട് ജീവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ജീവിച്ചിരുന്ന മാതാപിതാക്കളുടെ ഭാഗ്യം, അങ്ങനെ പറയുവാനിടയായി. 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് 14 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ, അതിനുശേഷം ജീവിച്ചിരുന്നാൽ മാതാപിതാക്കളുടെ ഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യം അവർ പറഞ്ഞു. ഈ മോന്റെ ജനനത്തിലുണ്ടായ ദോഷഫലമായിട്ടാണ് പിതാവ് രോഗിയായിരിക്കുന്നത്. തന്നെയല്ല, ഈ കുഞ്ഞിന്റെ 14 വയസ്സിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് അവരുടെ ആ ജ്യോതിഷ പ്രകാരമൊക്കെ അവര് വിധി പറയുവാനിടയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് ഞങ്ങളുടെ മാതാവിന് വലിയ സങ്കടവും വേദനയൊക്കെ ആയി. എന്നാൽ ഞങ്ങൾ ജനിച്ചു വളർന്നത് ആ ഏരിയ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുടെ വലിയൊരു കൂട്ടമുള്ള ഒരു ഏരിയ. ഞങ്ങളുടെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. ഞങ്ങളുടെ ഏകദേശം ഒരു വിരലിലെണ്ണാവുന്ന ചില ഹൈന്ദവ കുടുംബങ്ങൾ മാത്രമേ ഞങ്ങളുടെ ആ വില്ലേജിൽ, ആ ഏരിയയിലുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങള് ചെറുപ്പത്തിൽ തന്നെ ഈ പാട്ടും പ്രാർത്ഥനയും വചനഘോഷണങ്ങളും എല്ലാം കേട്ടൊക്കെയാ വളർന്നത്. കാരണം ചുറ്റുപാട് മുഴുവൻ ക്രൈസ്തവ കുടുംബങ്ങളാണ് ഉള്ളത്. പള്ളിയുള്ളത് ക്രൈസ്തവ പള്ളികൾ, പ്രത്യേകിച്ച് കാത്തലിക്സ്, CSI, യാക്കോബിറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ ക്രൈസ്തവ ഗ്രൂപ്പുകളും. പെന്തിക്കോസ്റ്റൽ മാത്രം ഉള്ളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇച്ചിരി കുറവെന്ന് പറയുന്നത്. പെന്തിക്കോസ്റ്റൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഞങ്ങളുടെ അവിടെ ഒരു ഫാമിലിയും കണ്ടാവും, ഒരു ഫാമിലിയെ മറ്റോ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം മറ്റ് സമുദായ ചർച്ചകളിൽ കൂടുന്നവരാണ്. അപ്പൊ എങ്കിലും അവരുടേതായിരിക്കുന്ന രീതിയിലുള്ള സുവിശേഷീകരണങ്ങളും കൺവെൻഷനുകളും മീറ്റിങ്ങുകളും പ്രാർത്ഥനകളും എല്ലാം ഞങ്ങളുടെ ദേശത്ത് നടക്കാറുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കേട്ടാണ് വളർന്നത്. ചെറുപ്പം തൊട്ടേ ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. പക്ഷേ യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ഞങ്ങളെ കൂടെ രക്ഷിക്കാനാണ്, അല്ല ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം കൂടെ വരുത്തുവാനാണ്, ഞങ്ങൾക്കും നിത്യജീവൻ തരുവാനാണ്, ഞങ്ങൾക്കും വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ള വിശ്വാസമോ ഒരു പ്രത്യാശയോ വിശ്വാസമോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം നമ്മുടെ ആ മതത്തിന്റെ ആ രീതിയിൽ, ആ ചട്ടക്കൂടിൽ നമ്മൾ ജീവിച്ച് ആചാരപ്രകാരം എല്ലാം ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്കുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം എൻ്റെ ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഞങ്ങളുടെ അയൽവക്കത്തുള്ള കൂട്ടുകാരാണ്. അവരൊക്കെയും സൺഡേ ആകുമ്പോഴത്തേനും അവര് പള്ളിയിൽ പോവും, സൺഡേ സ്കൂളിൽ പോവും. അപ്പോൾ അന്നേരം ഞങ്ങൾ ഓർക്കും, ഇതെന്തിന് ഈ സൺഡേ സ്കൂൾ, കാരണം വേറെ സ്കൂളിൽ ഇവർ പഠിക്കുന്നുണ്ടല്ലോ, സ്കൂളിൽ അവർ പഠിക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഇവർ ഈ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞ് ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേന് കളിക്കാൻ തുടങ്ങുമ്പോഴത്തേന് അവരെല്ലാം കൂടെ അങ്ങ് പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ അന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു വരട്ടെ, ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പിതാവിന്റെ വിഷയത്തെക്കുറിച്ച് അതിന്റെ കാരണം കണ്ടുപിടിച്ച് ഇങ്ങനെ എന്റെ വിഷയമാണ്, ഞാൻ ജനിച്ചതിന്റെ വിഷയമാണെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പം ആ സമയത്തൊക്കെ ഞങ്ങളുടെയൊക്കെ അയൽവക്കത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവരൊക്കെ ഒരു പ്രാർത്ഥനാ കൂട്ടം ഉണ്ടായിരുന്നു. കുറച്ച് സൗകര്യമാരുടെ ചില ദേവദാസന്മാരൊക്കെ അവിടെ വന്ന പ്രേയറുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ CSI എന്നൊക്കെയുള്ള ചർച്ചിൽ നിന്നുള്ള കുറച്ച് ദൈവമക്കളും സൗകര്യമാരൊക്കെ അവിടുത്തെ ഉപദേശി, അങ്ങനെ വെളിയിൽ നിന്നൊക്കെയുള്ള ദിവാസന്മാരൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് അവിടെ പ്രേയറുകൾ മീറ്റിങ്ങുകൾ നടത്താറ്. അപ്പൊ അവരിൽ പലരും ഞങ്ങളുടെ മാതാവിന്റെ അടുത്ത സ്നേഹിതരും കൂട്ടുകാരും ഒക്കെ ആയിരുന്നു. അവര് പലപ്പോഴും ഞങ്ങളുടെ മാതാവ് ഈ മകന്റെ വിഷയം, അതുപോലെ പിതാവിന്റെ വിഷയം ആകെ കുടുംബത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന, വളരെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ കഴിയുമ്പോൾ
ഇപ്പൊ എന്റെ പിതാവിന് തന്നെ സഹോദരന്മാരുണ്ട്, ഒരു പെങ്ങളെ ഉള്ളൂ. അതുപോലെ പിതാവിന്റെ തന്നെ ചേട്ടന്മാരുണ്ട്, ഒരു അനിയനുണ്ട്. അവരെല്ലാം അടുത്തടുത്തൊക്കെയാണ് താമസിക്കുന്നത്. അപ്പം എല്ലാവരും അപ്പൊ ഇദ്ദേഹം വർക്കിനൊന്നും പോകാൻ പറ്റാതെ ഇദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിൽ, കുടുംബം വല്ലാത്ത രീതിയിൽ പോകുന്നു. അപ്പം ഞാൻ ജനിച്ചതിന് ശേഷം, അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ അനിയനുണ്ടായി, അതിനുശേഷം ഒരു ഇളയ അനിയനുണ്ടായി, ഞങ്ങൾ 3 ആൺപിള്ളേര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സഹോദരിമാരൊക്കെ, ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സഹോദരിമാർ പലരും ഞങ്ങളുടെ മാതാവിനോട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പങ്കുവെക്കാനിടയായി. അപ്പം ഇത്രയും നാളും ഈ പിതാവിന്റെ അസുഖത്തിന് വേണ്ടി പോയി പല ഡോക്ടർമാരെ കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളുടെ ആചാരാനുഷ്ഠാന പ്രകാരമൊക്കെ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും എല്ലാം അർപ്പിക്കേണ്ടിടത്തൊക്കെ അർപ്പിച്ച് ചെയ്യേണ്ട പോലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഈ പൂർണ്ണമായിട്ടൊരു സൗഖ്യം കാണാതിരുന്നപ്പോൾ ആ ദൈവദാസിമാര്, ആ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ദൈവമക്കളൊക്കെ പലരും ഞങ്ങളുടെ മാതാവിനോടൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കാനിടയത്തിന് യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സത്യ സുവിശേഷം പങ്കുവെക്കുകയും കർത്താവിൽ വിശ്വസിച്ചാൽ എന്നും രോഗസൗഖ്യം ഉണ്ടാവുമെന്നും വിടുതൽ ഉണ്ടാവുമെന്നൊക്കെയുള്ള ആ ഒരു സത്യസുവിശേഷം അവർ പങ്കുവെക്കാനിടയായി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്ത് ഇതിപ്പോ ആ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു പഴയ ഒരു ദേവദാസൻ, ഒരു പ്രായം ചെന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു CSIയിലെ ഒരു പ്രാസംഗികനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പാപ്പച്ചനുപദേശി എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ ദേശത്ത് അറിയപ്പെടുന്നത് പാപ്പച്ചനുപദേശി എന്നാണ്, മല്ലപ്പള്ളി പാപ്പച്ചനുപദേശി എന്ന് അറിയപ്പെടുന്നത്. ഈ ദേവദാസനാണ് സത്യത്തിൽ ഞങ്ങളുടെ മാതാവിനോടൊക്കെ ഈ സുവിശേഷം പങ്കുവെക്കുകയും പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ടാവും, വിശ്വസിച്ചാൽ കർത്താവ് അത്ഭുതം ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള സത്യസുവിശേഷം വന്ന് പറയുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു 2000-ത്തിലപ്പുറം വർഷങ്ങൾക്ക് മുമ്പേ ഭൂമിയിൽ വന്ന് പാപികളെ വിടുവിക്കാനും രോഗികളെ സൗഖ്യമാക്കാനും അതുപോലെ നിത്യജീവൻ തരുവാനുമുള്ള ആ സത്യസുവിശേഷം ആ ദേവദാസനാണ് വന്ന് പങ്കുവെക്കുവാനിടയായി തീർന്നത്. അദ്ദേഹം വന്ന് പങ്കുവെക്കുമ്പോഴും ഞങ്ങളുടെ ആചാരപ്രകാരം ജീവിക്കുന്നു, ഞങ്ങളുടെ അനുഷ്ഠാന പ്രകാരം ജീവിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടും വിടുതൽ ഉണ്ടാകാതിരുന്ന ഈ സംഭവം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഉടനെ എങ്ങനെ വിടുതൽ ഉണ്ടാവും എന്നുള്ള പല ക്വസ്റ്റ്യൻസുകളും നമ്മുടെയും ജീവിതത്തിലൊക്കെ ഉണ്ടായി. എന്നാൽ വീണ്ടും ദൈവദാസനെ ദൈവം അയക്കാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം വന്ന് വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൽ, അദ്ദേഹം ഇങ്ങനെ വീടുകളിലൊക്കെ കയറി സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനോടായിരുന്നു. അദ്ദേഹം ഒരു പ്രാസംഗികനോടായിരുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും വന്ന സുവിശേഷം പറയാനിടയായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു അതൊരു മതത്തിന്റെ ദൈവമല്ല, ഏതോ ഒരു മതത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതല്ല. അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. അവൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവപുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. അവൻ നിങ്ങളുടെയും കൂടെ പാപത്തിന് വേണ്ടി, ഞങ്ങളോട് സുവിശേഷം പറയുമ്പോൾ, ഞങ്ങളുടെ വീട്ടിൽ പറയുമ്പോൾ, ഞങ്ങളുടെ മാതാവൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെയും കൂടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. ആ യേശു ക്രിസ്തു നമ്മുടെ എല്ലാം, സകല മാനവജാതിയുടെയും ജാതി വർണ്ണ വർഗ വ്യത്യാസമന്യേ സകല മാനവജാതിയുടെയും പാപങ്ങളെ ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ കയറാനിടയായി തീർന്നു. കാൽവറി ക്രൂശിൽ കർത്താവിന്റെ അവസാനത്തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാനിടയായി തീർന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. നമുക്ക് വേണ്ടി കർത്താവ് യേശു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ എന്നും ജീവിക്കുന്നു. ആ യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമായതുകൊണ്ട് ആ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഇന്നും രോഗസൗഖ്യം സംഭവിക്കും, ഇന്നും വിടുതലുകൾ നടക്കും, ഇന്നും അത്ഭുതം നടക്കുമെന്നുള്ള ആ ഒരു സത്യസുവിശേഷം ആ അപ്പച്ചനായിരിക്കുന്ന പ്രായമുള്ള ദേവദാസനാണ് ഞങ്ങളുടെ മാതാവിനോട് പങ്കുവെച്ചാനിടയായത്. ആ സമയത്ത് ആ ഒരു പിതാവിന്റെ ഭവനത്തിൽ ഒരു വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു ഒരു കൂട്ടായ്മ എല്ലാ ആഴ്ചകളും നടക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്തുള്ള ഈ സഹോദരിമാരും അവിടെയുള്ള പ്രാർത്ഥനക്കാരെല്ലാം മീറ്റിങ്ങിൽ പോകാറുണ്ട്. ഞങ്ങളുടെ മാതാവിന്റെ കൂട്ടുകാർ അവരല്ല. ഒരിക്കല് ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു പ്രേയറിന് പോവാം, ഞങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കൂട്ടായ്മയിലുള്ള എല്ലാവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം, ദൈവം വലിയ വിടുതൽ കൊടുക്കും, നിങ്ങളുടെ ഭർത്താവിന് സൗഖ്യം കൊടുക്കും എന്ന് പറയുവാനിടയിൽ തീർന്നു. എൻ്റെ പിതാവിന്റെ പേര് ചെല്ലപ്പൻ എന്നാണ്. അദ്ദേഹത്തിന് കർത്താവ് സൗഖ്യം കൊടുക്കുവാനിടയായി തീരും എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആരും കാണാതെ, എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോലും അറിഞ്ഞില്ല, വീട്ടിൽ ആരും പോലും അറിയാതെ ഒരിക്കൽ എൻ്റെ മാതാവ് ആ ഭവനത്തിൽ നടന്ന മീറ്റിങ്ങിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകാനിടയായി. കാരണം എന്നെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും പിതാവിനെ കുറിച്ചും ഒക്കെയാണ് അവരുടെ ആയിരിക്കുന്ന ആ ഒരു നാള് വെച്ചുള്ള കാര്യങ്ങളൊക്കെ വിധി കൽപ്പിച്ച് പറിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആകെ ഒന്നാതെ രോഗമായിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ കേട്ടപ്പോൾ തന്നെ ആകെ ഭീതിയായി, ഭയമായി. അപ്പം അങ്ങനെ ഈ ദൈവമക്കൾ പറഞ്ഞ് കേട്ട്, സുവിശേഷം കേട്ട്, അങ്ങനെ ആ ഉദ്ദേശിയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയ്ക്ക് മാതാവ് കടന്നു പോകാൻ ഇടയായി. അന്നേരം എൻ്റെ മാതാവിനോട് പറഞ്ഞത്, ഞാൻ അവിടെ ചെന്നപ്പം
രോഗസൗഖ്യത്തെക്കാളും ഭയങ്കരമായിട്ട് എനിക്കൊരു ദൈവിക സമാധാനം അനുഭവിക്കാനിടയായി. ഭവനത്തിലെ ഈ അന്തരീക്ഷത്തിൽ നിന്നും അവിടെ കടന്നുപോയി, ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കടന്നുപോയി ആദ്യമായിട്ട് ഒരു ക്രൈസ്തവരുടെ അല്ലെ ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടായ്മയിൽ പോയിരിക്കുക. ആ കൂട്ടായ്മയിൽ തനിക്ക് പോയപ്പം വലിയൊരു സമാധാനം തന്റെ ഹൃദയത്തിൽ ഉണ്ടാകാനിടയായി തീർന്നു. അപ്പോൾ ആ കൂട്ടായ്മയിൽ വീണ്ടും പോകണമെന്നൊരു ആഗ്രഹം തന്റെ ഉള്ളിൽ വീണ്ടും ഉണ്ടാകാനിടയായി തീർന്നു. അവിടെയുള്ള ദൈവമക്കളും ആ ദൈവദാസനും ഒക്കെ വളരെ ശക്തമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പിതാവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ മാതാവിനാണ് ആദ്യമായിട്ടൊരു ബൈബിള് കിട്ടുന്നത്. ബൈബിൾ ആ ദൈവമക്കള് അവര് കൊടുക്കുവാനിടയായി തീർന്നു. അതെല്ലാം വീട്ടിൽ കൊണ്ട് ഒളിച്ച് പാത്ത് വെച്ചോണ്ടാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് ഇത് ചെയ്യുന്നത്. അന്ന് വീട്ടിൽ വന്നിരുന്നുണ്ട് രാത്രിയുടെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്ന് രാത്രി നിന്ന് ബൈബിള് വായിക്കുകയും അങ്ങനെ യേശുവെ പ്രാർത്ഥിക്കാനൊന്നും അന്ന് അറിയത്തില്ല, അങ്ങനെ യേശു എന്ന് വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ആ കൂട്ടായ്മ വീണ്ടും കടന്നു പോകാനുള്ള ഉള്ളിൽ ഒരു ആഗ്രഹം തനിക്കുണ്ടായി. വീണ്ടും ദൈവമക്കളൊക്കെ അവിടെയുള്ള സൗകര്യമാരെല്ലാം എൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ കടന്നുപോയി. ആ പ്രാർത്ഥനയിൽ കടന്നുപോയി അവരെല്ലാം ശക്തമായിട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരൊക്കെ വളരെ ഉപവാസമൊക്കെ എടുത്ത് ശക്തമായിട്ട് പ്രാർത്ഥിപ്പാനിടയായി, ഫാസ്റ്റിംഗ് എടുത്ത് തന്നെ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ കർത്താവ് എൻ്റെ പിതാവിന് ഒരു വിടുതൽ കൊടുത്തു. ആ ഒരു വിഷയത്തിൽ ഇന്ന് ആ തലയ്ക്ക് മേലോട്ടുള്ള ഈ പടലിക്ക് മേലോട്ടുള്ള ആ വിഷയത്തിൽ കർത്താവ് എൻ്റെ പിതാവിന് ഒരു വിടുതൽ കൊടുക്കാനിടയായി തീർന്നു. ആ വിടുതൽ കണ്ടപ്പോൾ എൻ്റെ മാതാവിന് ശക്തമായ ഒരു വിശ്വാസം തന്റെ ഉള്ളിൽ വന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്നും സത്യത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. പ്രാർത്ഥന കേട്ടും മറുപടി നൽകുന്ന ദൈവമാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ മാതാവ് ആ കൂട്ടായ്മയോട് അവരോട് ചേർന്ന് അവർ പലയിടത്തായിട്ട് ഇങ്ങനെ പല വീടുകളിലൊക്കെ മീറ്റിങ്ങുകൾ ഇങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. പള്ളിയിൽ പോകുന്നില്ല, ഞായറാഴ്ച പള്ളിയിൽ പോകത്തില്ല, പക്ഷെ ഈ മീറ്റിങ്ങിന് ഇങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി അങ്ങനെ വന്ന പ്രൈസ് ദി ലോർഡ് എൻ്റെ മാതാവ് പിന്നെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനിടയായി, സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാനിടയായി. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളുടെ വീട്ടിൽ അറിയാത്ത കാര്യമാണ്. വീട്ടിലറിഞ്ഞാൽ വലിയ വിഷയങ്ങളുണ്ടാകും. എന്നാൽ ഇതിനിടയ്ക്ക് ഈ മാതാവ് ഇങ്ങനെ പ്രയറിന് അങ്ങ് പോകുന്നുള്ള വിഷയം പതുക്കെ വീട്ടിൽ പലരും അറിയാൻ തുടങ്ങി. ഞങ്ങളുടെ ദേശത്ത് അറിഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ അറിയാൻ തുടങ്ങി. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വീട്ടിലുണ്ടാകാനും തുടങ്ങി. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ല. അതിൻ്റെതായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ വീട്ടിനകത്ത് ഉണ്ടാകാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഞങ്ങൾ 3 ആൺപിള്ളാര്, പിതാവ്. അപ്പം വീട്ടിൽ 4 ആണുങ്ങളാണ്. 4 ആണുങ്ങളിടയ്ക്കാണ് മാതാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കാരെല്ലാം, അടുത്തുള്ളവരെല്ലാം, അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നറിയാവോ, ഞങ്ങള് ഒരു പ്രതികൂലത്തിന്റെ അന്തരീക്ഷം അവിടെ ഉടലെടുക്കാനിടയായി. മാതാവിനെ പ്രാർത്ഥിക്കാൻ പോകുന്നതിനുള്ള വിഷയമാണ്. യേശുവിനെ പുറകെ പോയി ഉപദേശിമാരുടെ പുറകെ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പൈസ കിട്ടി കാണും. ഇങ്ങനെയൊക്കെയുള്ള പല അപഖ്യാതികളും സംസാരങ്ങളും ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഞങ്ങൾ ആൺപിള്ളാരായതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യുന്നറിയോ, അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങൾ ഒത്തിരി ഞങ്ങളുടെ കൂട്ടക്കാരോടൊക്കെ വന്ന് വലിയ സ്നേഹത്തോടും എല്ലാ വീടുകളിൽ പോവുകയും ഞങ്ങളൊക്കെ അങ്ങനെ സഹകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയും, നിന്റെ അമ്മയ്ക്ക് വേറെ തൊഴിലില്ലേ, ഉപദേശിമാരുടെ പുറകെ പ്രാർത്ഥിക്കാൻ പോയ, ക്രിസ്ത്യാനിയാകാൻ പോയി, അങ്ങനെയൊക്കെയുള്ള കമന്റ്സുകൾ ഞങ്ങൾ കേൾക്കുകയും അത് ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിരിക്കുന്ന മാതാവിനെതിരെയുള്ള ഭയങ്കര ഒരു കോപവും, അതുപോലെ മാതാവിനെ തടയുവാനായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഇഷ്ടമല്ല, നമുക്ക് ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ അവിടെ പോകുന്നത്, നമുക്കെന്നാ ഇവിടെ പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടാണോ, നമുക്കെന്നാ നേർച്ചയും വഴിപാടും പ്രാർത്ഥനാലയവും ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇവരുടെ പുറകെ പോകുന്നത്, ക്രിസ്ത്യാനികളുടെ പുറകെ പോകുന്നതൊക്കെയുള്ള ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ ആ ചെറുപ്പത്തിൽ ഞങ്ങളും മാതാവിനെ എതിർക്കാനിടയായിരുന്നു. എല്ലാ തരത്തിലും എല്ലായിടത്തുനിന്നും ശക്തമായ എതിർപ്പുകൾ തനിക്ക് കടന്നു വരാനിടയായിരുന്നു. ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടായി. ശാരീരികമായിട്ട് വരെയുള്ള പീഡനം വരെ ഉണ്ടായി. ഞാൻ നേരിട്ട് സത്യമായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ മാതാവിനെ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി ശാരീരിക പീഡനം പോലും അനുഭവിക്കേണ്ടി വന്നു. അവസാനം കർത്താവിൽ ചേരുന്നതിന് മുമ്പേ അതെനിക്കുണ്ടായിരുന്നൊരു വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ, തന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്റെ നടുവിന്റെ അസ്ഥിയുടെ എല്ലുകൾക്ക് പോലും തേയ്മാനം ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലുള്ള മർദ്ദനങ്ങളും അതുപോലുള്ള രീതികളൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്നുണ്ടായി. പിതാവും അതുപോലെ തന്നെ ആ രീതിയിലൊക്കെ പെരുമാറുമായിരുന്നു. ആ രീതിയിലൊക്കെ ശാരീരികമായിട്ടൊക്കെയുള്ള മർദ്ദനങ്ങളും ഒക്കെ അനുഭവിക്കുവാനായിട്ട് ഇടയെത്തിയിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് പോവുകയും നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം, തൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തോടുള്ള ബന്ധത്തിൽ താൻ ഒന്നും മുടക്കം വരുത്താതെ താൻ കടന്നു പോകാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലൊക്കെ ഈ പശുവിനെ ഒക്കെ വളർത്തുന്ന സമയമാണ്.
അപ്പൊ പുല്ല് പറിക്കാൻ പോകുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നറിയാമോ, ബൈബിളും ഒക്കെ കൂടിനകത്ത് വെച്ച് മറച്ചു വെച്ചോണ്ട് പോകും. എന്നിട്ട് അതുവഴി പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് എന്നിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു പ്രാർത്ഥനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പുല്ല് പറിക്കാൻ പോകുന്ന രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഈ അങ്ങനെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവമക്കളോടുള്ള കൂട്ടായ്മയിലും മാതാവ് ശക്തമായിട്ട് നിൽക്കാനിടയായി. ഞങ്ങളൊക്കെ രാത്രിക്ക് ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുവായിരുന്നു. ഞങ്ങളുടെ ശരീരത്തൊക്കെ തലയിലൊക്കെ കൈവച്ച് നിർബന്ധിച്ച് പ്രാർത്ഥിക്കുകയും യേശുവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ ഉണരുന്ന സമയത്തും മാതാവ് ആ സമയത്ത് കറണ്ടൊന്നും ഇല്ലാത്ത സമയമാണ്, ഈ മണ്ണെണ്ണ വിളക്കിന്റെ അടുത്തിരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട്. ഒന്നല്ല പലതവണ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ 12 മണിക്കും 1 മണിക്കും ഒക്കെയുള്ള സമയങ്ങളിൽ, 2 മണിക്കും ഒക്കെ ഉള്ള സമയങ്ങളിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിന്റെ അടുക്ക് ഇരുന്നുകൊണ്ട് ബൈബിള് തുറന്ന് വായിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടു. അപ്പം ഞങ്ങൾ ഓർക്കും, ഞങ്ങൾ അന്നേരവും മാതാവിനെ ശകാരിക്കുമായിരുന്നു. ഈ ഉറങ്ങേണ്ട സമയത്ത് രാത്രി ഇരുന്നുകൊണ്ട് ഈ ബൈബിൾ വായിച്ച എന്നാ പ്രയോജനം എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞങ്ങളുടേതായ രീതിയിൽ, ചെറുപ്പത്തിന്റെ ആ ഒരു രീതിയിൽ ഞങ്ങളും മാതാവിനോട് ശക്തമായിട്ട് എതിർപ്പുകൾ പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ പറഞ്ഞു വരട്ടെ, ഈ മാതാവ് ആ വിശ്വാസത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ഉറച്ചു നിൽപ്പാന്റെ കണവിടയായിരുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് തന്നെ ബലപ്പെടുത്തുവാനിടയായിരുന്നു. തനിക്ക് ലഭിച്ച ആ വെളിച്ചം നഷ്ടപ്പെടാതെ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുക്രിസ്തു തന്റെ ഉള്ളിൽ വന്നു. ആ ജീവന്റെ വെളിച്ചം തന്നെ ഉള്ളിൽ വന്നപ്പോൾ, എന്നാൽ തന്റെ വീട്ടിൽ നിന്ന് പോലും എതിർപ്പുകൾ വന്നു. എന്റെ മാതാവിന്റെ വീട്ടുകാരും ആങ്ങളമാരും അവിടുന്ന് പോലും ശക്തമായിട്ട് എതിർപ്പ് വരുവാനിടയായി. നീ ക്രിസ്ത്യാനിയായോ, ക്രിസ്ത്യാനി ചേർന്നെന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ ഏതോ ഓരോ കല്യാണമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഞങ്ങളുടെ മാതാവിന്റെ വീട്ടിൽ പോകുമ്പോഴും അവിടുന്നും ശക്തമായ എതിർപ്പുകൾ ഉണ്ടായി. അപ്പൊ രണ്ടു വശത്തു നിന്നും തനിക്ക് ശക്തമായിട്ട് എതിർപ്പുണ്ടായി. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവ് എന്റെ മാതാവിനെ ശക്തമായിട്ട് നിൽപ്പാൻ തക്കവണ്ണം കൃപ നൽകി. പൗലോസ് പറഞ്ഞു, ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു പറഞ്ഞ പോലെ കർത്താവിന്റെ കൃപ തന്റെ മേൽ വ്യാപരിക്കാനിടയായി തീർന്നു. ശക്തമായിട്ട് പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും മുടക്കാതെ, അതിനിടയ്ക്ക് സൺഡേ ആരാധനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. ആദ്യമൊന്നും സൺഡേ ആരാധന പോകത്തില്ലായിരുന്നു, പിന്നെ സൺഡേ ആരാധനയിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. അതിൻ്റെതായിരിക്കുന്ന ശക്തമായ എതിർപ്പുകൾ വീണ്ടും തനിക്കെതിരെ ഉണ്ടാകാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിനിടയ്ക്ക് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, 5ലും 6ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് പതുക്കെ ഞങ്ങളെ നിർബന്ധിച്ച് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ആരും അറിയാതെ ഈ വൈകുന്നേരത്തെ ഞങ്ങൾ അടുത്തൊക്കെ നടക്കുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ, വീടുകളിൽ നടക്കുന്ന കൂട്ടായ്മകളിൽ ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന പ്രാർത്ഥന കേൾക്കുവാനല്ല, നമ്മൾ അവിടെ ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഒരു എന്തെങ്കിലും ആഹാരം കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാറുണ്ടല്ലോ ഈ പ്രായർ കഴിയുമ്പോഴത്തേന്. അതൊക്കെ ചിന്തിച്ച്, കൊച്ചുങ്ങളല്ലേ നമ്മൾ, ആ പ്രായത്തിൽ നമ്മൾ അതൊക്കെ ചിന്തിച്ചാണ് മാതാവിൻ്റെ കൂടെ പോകുന്നത്. പക്ഷെ നമ്മളെ പ്രാർത്ഥനയോ അവിടുത്തെ വചനം കേൾക്കാനൊന്നുമല്ല. പക്ഷെ ഞങ്ങളെ നിർബന്ധിച്ച് ആ സമയത്ത് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളെ നിർബന്ധിച്ച്, പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെയൊക്കെ നിർബന്ധിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് അവിടെ വരുന്ന ദൈവദാസനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അന്ന് അവിടെ പ്രസംഗിക്കാൻ വരുന്ന, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ കൊണ്ട് ഞങ്ങളുടെ തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊക്കെ അന്ന് ഒരു തമാശ പോലൊക്കെ അന്ന് തോന്നി, ചിരിയൊക്കെ വരുമായിരുന്നു. പക്ഷെ അതെല്ലാം പിന്നീടാണ്, ഇപ്പോഴാണ് നമുക്കതിന്റെ ഇത് മനസ്സിലാകുന്ന. ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ ഒരു കോളിങ് നമ്മുടെ മേൽ ദൈവത്തിന് പകരാൻ വേണ്ടി അതിന്റെ ഒരു മുഖാന്തരം ഇതെല്ലാം എന്നാണ് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത്. പക്ഷെ ഞങ്ങൾ പിന്നീട് അത് കഴിഞ്ഞ് അമ്മ പ്രാർത്ഥനയായി പോക്കായി, പിന്നെ പിതാവിന് വിടുതലായി, അദ്ദേഹം വർക്കിനൊക്കെ പോകാൻ തുടങ്ങി. ഇങ്ങനെ പക്ഷേ ശക്തമായിട്ട് എതിർപ്പുകൾ ഞങ്ങളുടെ കുടുംബത്തിനകത്തുനിന്നും എല്ലാം കടന്നു വരുവാൻ തുടങ്ങി. പക്ഷേ കർത്താവിന്റെ കൃപയാൽ മാതാവ് വിശ്വാസത്തിൽ നല്ല പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ കടന്നുപോയി. എന്നാൽ കുറച്ച് നാളിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥനയിലും ആരാധനയും കടന്നുപോയതിനു ശേഷം എൻ്റെ ഇളയ അനിയനാണ് പിന്നീട് രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിൽ വരുന്നത്. എൻ്റെ ഇളയ അനിയൻ അദ്ദേഹം ഒരു ദേവദാസനാണ്, അജീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ന് അദ്ദേഹം കുടുംബമായിട്ട് UK-യിലായിരിക്കുന്നു. കർത്താവ് തന്നെ അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ഇനി ഞങ്ങളുടെ മാതാവിന് ശേഷം കുറെ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവ് വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നൊരു 10, 15, 20 വർഷത്തോളം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുശേഷമാണ് എൻ്റെ ഇളയ അനിയന പിന്നെ വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ ഞങ്ങൾ അവനെ കളിയാക്കാൻ തുടങ്ങി. അന്നേരം അവനെ കളിയാക്കാൻ തുടങ്ങി. ഇവനൊരു മാറ്റം വന്നപ്പോ തന്നെ അത് തന്നെയല്ല, പിന്നെ ഇവൻ വിശ്വാസത്തിൽ വന്ന് ഇവനും അമ്മയും കൂടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. ഇവനോടും വരുന്ന ദൈവദാസന്മാരും ഒക്കെ വന്ന് ആലോചന പറയുകയൊക്കെ ചെയ്യുന്നത്, നീ ദൈവത്തിന് വേണ്ടിയുള്ളതാ,
നീ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള, നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്. ഇങ്ങനെയുള്ള ആലോചനകളാണ് വരുന്നവരെല്ലാം ഇദ്ദേഹത്തോട് പറയുന്നത്. അങ്ങനെ അവസാനം ഈ ഈ എന്റെ ഇളയ അനിയൻ ഏകദേശം 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് താൻ എന്ത് ചെയ്യുന്നറിയോ, തന്റെ ഉള്ളിൽ തന്നെ ദൈവം കൊടുത്തൊരു കാഴ്ചപ്പാടനുസരിച്ച് താൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കാനിടയായി. തന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താൻ സമർപ്പിച്ച് താൻ ബൈബിൾ കോളേജിൽ കടന്നുപോയി. ഇതൊക്കെ ഞങ്ങൾക്ക് അന്ന് ഒരു തമാശയായിട്ടാണ് തോന്നിയത്. ഞങ്ങൾ ഇതേവിനെ വല്ലാത്ത രീതിയിൽ നോക്കുകയും വലിയ ഞങ്ങളതായിരിക്കുന്ന ചെറുപ്പത്തിന്റെ രീതിയിലുള്ള കളിയാക്കുന്ന കമന്ററികളൊക്കെ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ദൈവം ബൈബിൾ കോളേജിൽ പോയി. കാക്കനാട്ടാണ് GFയുടെ ബൈബിൾ കോളേജിലാണ് താൻ പഠിച്ചത്. അവിടെ പഠിക്കാൻ പോയിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ഈ വെക്കേഷൻ ഒക്കെ വരും, അവധി ഉള്ളപ്പോൾ തന്നെ ഇദ്ദേഹം വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടെ പഠിക്കുന്ന ചില സഹോദരന്മാരൊക്കെ കാണും. ഇവരെല്ലാം വന്ന് ഞങ്ങളെ ഉപദേശിക്കും. ഞങ്ങളെ കാണുമ്പോഴത്തേന് ഞങ്ങളെ ഉപദേശിക്കും. ഞാൻ അവന്റെ മൂത്ത ചേട്ടനാണ്. പക്ഷെ ഞങ്ങളെ ഉപദേശിക്കുകയും സുവിശേഷം ഞങ്ങളോട് പറയുകയൊക്കെ ചെയ്യും. വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഒരു തമാശ പോലെയൊക്കെയാണ്. ഇവര് നമ്മളെ ഉപദേശിക്കുമ്പോൾ നമുക്കതൊരു കളിയും ചിരിയും തമാശ പോലെയൊക്കെയാണ് നമുക്ക് തോന്നി. അങ്ങനെ അദ്ദേഹവും അമ്മയും ശക്തമായിട്ട് പ്രാർത്ഥനയിൽ മുന്നേറാനിടയായി തീർന്നു. അതിനുശേഷം എൻ്റെ ഇളയ സഹോദരൻ ഡൽഹിയുടെ ദേശത്ത് കുറച്ച് നാള് സുവിശേഷ വേലയിലായിരുന്നു. അതിനുശേഷം താൻ രാജസ്ഥാന്റെ പ്രദേശങ്ങളിൽ കുറച്ച് നാള് സുവിശേഷ വേലയിലായിരുന്നു. അതിനുശേഷം തന്റെ വിവാഹം നടന്നു. തനിക്ക് വിദേശത്തേക്കുള്ള വഴി ദൈവം തുറക്കാനിടയായി തീർന്നു. ഗൾഫിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ താൻ കുടുംബമായിട്ട് UK പ്രദേശത്ത് ഒരു ജോലിയോടനുബന്ധിച്ച് അവിടെ കർത്താവിന്റെ വേലയിലുമായിരിക്കും. കർത്താവിന് സ്തോത്രം. അങ്ങനെയാണ്. അതിനുശേഷം കുറെ വർഷങ്ങൾ ഇവർ രണ്ടും പ്രാർത്ഥന തുടങ്ങി. മാതാവും ഇളയ സഹോദരൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒരു കലാകാരനായിരുന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ മ്യൂസിക് ഫീൽഡിലായിരുന്നു. ഞാൻ ഒരു കർണാട്ടിക് മ്യൂസിക്കിലായി ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഞാൻ അക്കാഡമിയിലൊക്കെ സദരിനാൾ അക്കാഡമിയിലൊക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു ഫീൽഡായിരുന്നു എൻ്റെ. പ്രത്യേകിച്ച് ഞാനൊരു മ്യൂസിക്കിൽ എൻ്റെ മെയിൻ എന്ന് പറഞ്ഞ് ഞാനൊരു മൃദംഗിസ്റ്റൊക്കെ ആയിരുന്നു. തബല മൃദംഗിസ്റ്റിലായിരുന്നു ഞാൻ. ആ ലെവലിൽ എനിക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ആ ലെവലിൽ നിൽക്കുമ്പം വീട്ടിൽ പ്രാർത്ഥനയും ഇങ്ങനെ ക്രൈസ്തവ കൂട്ടായ്മ ആരാധന ഇതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തത്. കാരണം അവിടെ നടക്കുന്ന പാട്ടും അവരുടെ ആയിരിക്കുന്ന പ്രോഗ്രാം എല്ലാം സത്യത്തിൽ ഇതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്തതാണ്. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞാൻ മ്യൂസിക് ഫീൽഡിലായിരുന്നു. ഞാൻ ഒരു മൃദംഗിസ്റ്റായിട്ടൊക്കെ മാറി. ഞാൻ ചെറുപ്പത്തിൽ തന്നെ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പല പ്രോഗ്രാമിൽ കടന്നു പോകാനൊക്കെ ഇടയായി തീർന്നു. പല പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ അമ്പലങ്ങളിലും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോയി. എനിക്ക് ഇവിടെ വീട്ടിൽ വരുമ്പോൾ തന്നെ ഈ അമ്മയുടെ പ്രാർത്ഥനയും ഈ സഹോദരന്റെ ഈ പ്രാർത്ഥന ഇതൊന്നും നമുക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എനിക്കൊരു ഫേമസ് ആർട്ടിസ്റ്റ് ആകണമെന്ന്. ഈ TV-യിലും റേഡിയോയിലും അതുപോലെ ഇന്ന് കാണുന്ന വലിയ വലിയ പ്രശസ്ത കലാകാരന്മാരൊക്കെ ഈ TV-യിലും റേഡിയോയിലും ഒക്കെ കാണുന്ന പോലെ അവരെ പോലെ എനിക്ക് ഒരു വലിയൊരു ടോപ്പ് ലെവൽ ആർട്ടിസ്റ്റ് ആകണം, ഈ ഒരു ഫേമസ് ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരാളാകണം എന്നുള്ള ചിന്താഗതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന എൻ്റെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം എനിക്ക് വീട്ടിലെ ആ ചുറ്റുവട്ടത്തിൽ ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ അമ്മയുടെ ഈ ജീവിതവും അവർക്ക് ഇതുമായിട്ട് ചേരാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വെറുപ്പും വീട്ടിൽ വരാൻ ഒരു താല്പര്യമൊന്നും ഇല്ലാതെ അങ്ങനെ ഞാൻ പോവാം. അങ്ങനെയാണ് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് എനിക്ക് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പൊ ഞാനത് വലിയ കാര്യമായിട്ട് കരുതി. കാരണം വീട്ടിൽ നിന്ന് മാറി നിൽക്കാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ട്രിവാൻഡ്രത്തെ കോളേജിൽ പഠിക്കാൻ പോയി. ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരത്തുള്ളത്. ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തൊട്ട് എൻ്റെ ജീവിതം മാറാനിടയായി. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ തൊട്ട് ഞാൻ ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ 14 ജില്ലയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസുകൾ അവിടെ ആ ഹോസ്റ്റലിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഇല്ലാത്ത സകല ദുസ്വഭാവങ്ങളും എനിക്ക് അവിടെ ചെന്നപ്പം ഞാൻ തുടങ്ങാനിടയായി. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സ്റ്റുഡൻസുകളാണ് വരുന്നത്. അതിനകത്ത് മദ്യപിക്കുന്നവരുണ്ട്, വീടി വലിക്കുന്നവരുണ്ട്, തമ്പാക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, ചീട്ട് കളിക്കുന്നവരുണ്ട്, സിനിമ കാണാൻ പോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ള സകല ആൾക്കാരും അതിനകത്തുള്ളത്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞാനും അവിടെ ചെന്നപ്പോൾ എനിക്കും ചില പുതിയ സ്വഭാവങ്ങളൊക്കെ ഞാനും പഠിക്കാനിടയായി തീർന്നു അവരിൽ നിന്ന്.
പലതും ഞാനും അവിടെ പഠിച്ചു. വീട്ടുകാരുമായിട്ട് ബന്ധമില്ലല്ലോ, വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരുന്നത്, മാസത്തിലോ ഒക്കെയാണ് വീട്ടിലോടൊക്കെ വരുന്നത്. അങ്ങനെ ഞാനും എന്ത് ചെയ്യുന്നറിയോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിക്കുകയാണേലും ബീഡിയാണേലും സിഗരറ്റ് ആണേലും മറ്റേ ഈ ചെറിക്കകത്തൊക്കെ ഇന്നത്തെ തലമുറകൾ വെക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങള്, തമ്പാക്ക്, അതുപോലെ ശംഭു, അങ്ങനെയുള്ള ഈ പുകല ഐറ്റംസുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനും തുടങ്ങി. അതുപോലെ അവിടുത്തെ എല്ലാ സ്റ്റുഡന്റ്, പ്രത്യേകിച്ച് ആ ഹോസ്റ്റലിലെ സീനിയർ സ്റ്റുഡന്റുകൾ ആൾക്കാരോടൊക്കെ ഇരുന്ന് അവിടെ ചീട്ടുകളി, രാത്രി മുഴുവൻ ചീട്ടുകളി. വല്ല ക്ലാസ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പോവായിരുന്നു, പക്ഷെ ഇടയ്ക്കൊക്കെ ആകുമ്പോൾ ഈ ഇതിന്റെയൊക്കെ ലഹരിയൊക്കെ ആകുമ്പോഴത്തേന് ഈ രാത്രി ചീട്ടുകളിയും, ഇപ്പൊ നേരം വെളുക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കൊന്നുമില്ല. ഉച്ച കഴിയുമ്പോഴൊക്കെ എഴുന്നേക്കുന്നത്. ക്ലാസ്സിനൊന്നും പോകാൻ പറ്റി. എന്റെ പഠനം അവിടെ വെച്ച് നഷ്ടപ്പെടാൻ ഇടയായിരുന്നു, പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതി ഞാനായിരിക്കും. എന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സംഘർഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി എങ്ങനെ മുന്നോട്ടുള്ള കാര്യം. അപ്പൊ ഓർക്കണം, എന്റെ വീട്ടിൽ ഞങ്ങളുടെ മാതാവ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, സഹോദരനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടാനും കർത്താവിനെ അറിയാനൊക്കെ. അപ്പം ജീവിതത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ നീങ്ങണമെന്ന് അറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാനായി. കാരണം എന്റെ പഠനം പോയി. ഞാന് അതിനിടയ്ക്ക് എന്റെ വായിക്കകത്ത് ഈ ശംഭു ഇതുമെല്ലാം വെച്ച് വലിയ കൊമള പോലെ ഇങ്ങനെ വലിയ ഇത് വീർത്തു വന്നു. അത് കട്ട് ചെയ്ത്, അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കട്ട് ചെയ്ത്, അത് ഇങ്ങനെ കുത്തിക്കെട്ടൊക്കെ ഇങ്ങനെ വായി വെച്ചുകൊണ്ട് കുറച്ച് ദിവസം കഴിക്കാതൊക്കെ ഇരുന്നു. അങ്ങന്നാല് അതിനുശേഷം ഈ സംഭവം ഇങ്ങനെ കുത്തിക്കെട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഞാൻ ഇത് വെക്കാൻ തുടങ്ങി. അതിന്റെ ഇപ്പുറത്തോട്ട് പിന്നെയും വെക്കാൻ തുടങ്ങി. കാരണം ഡോക്ടർ പറഞ്ഞ്, ഡോക്ടറെ അന്ന് ഞാൻ കാണാൻ ചെല്ലുമ്പോഴത്തേന് ഇതിന്റെ ഒരു പാക്കറ്റ് എന്റെ പോക്കറ്റിൽ കിടക്കുക. ഡോക്ടർ നേരെ നോക്കിയത് അതിലോട്ടാണ്. ഡോക്ടർ താൻ ഇത് വെക്കുന്ന ആളാണോ ചോദിച്ചു. ഡോക്ടർ എന്റെ മുന്നിൽ വെച്ച് അത് പോക്കറ്റിൽ നിന്ന് എടുത്ത് ചവിട്ടി ദൂരെ കളഞ്ഞു. എന്നിട്ട് എന്നെ ഒത്തിരി ശാസിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. ഇനി മേൽ ഇത് വെച്ച് പോയിക്കല്ലേ, ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനം തനിക്ക് അറിയാമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം എന്നോട് ചൂടായി. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, എന്നോട് ചൂടായി. അപ്പൊ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് കുത്തിക്കെട്ടെല്ലാം വെച്ചിട്ട് എന്നെ തിരിച്ചു വിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ പിന്നെ ഞാൻ വെക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ കുത്തിക്കെട്ട് എടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പേ നോക്കുമ്പോൾ തന്നെ വീണ്ടും ഒരു വലിയൊരു മുഴ കൂടി ഇങ്ങനെ പൊങ്ങി വരിക വായിക്കാതെ. ഇനി ഡോക്ടറിന്റെ അടുക്കലോട്ട് എങ്ങനെ ചെല്ലും? ആ ഡോക്ടർ എന്നെ അതുപോലെ ശകാരിച്ചു വിട്ടതാണ്. എന്നിട്ട് വീണ്ടും ചെല്ലാതിരിക്കാനും പറ്റത്തില്ല. അടുത്ത് ഇങ്ങനെ വായിക്കാത്ത ഇങ്ങനെ വലുതായിട്ട് വലിയ കൊമള പോലെ ഇങ്ങനെ വീർത്ത് വരിക. അവസാനം വീണ്ടും ചെന്നു, അത് വീണ്ടും കട്ട് ചെയ്തു വായിക്കകത്ത്, വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും കുത്തിക്കെട്ട് ആയിട്ട് കുറച്ച് ദിവസം വരുന്നു, ശരിക്കും കഴിക്കാനോ കുടിക്കാനോ പറ്റാതെ. എന്നിട്ട് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി മുന്നോട്ട് കാരണം പഠനവും പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എന്നാൽ എനിക്ക് ആത്മീയമായിട്ട് നോക്കുമ്പോഴും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ ഒരു ഭയങ്കരമായിരിക്കുന്ന അസമാധാനവും സംഘർഷവും എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്തും ഞങ്ങളുടെ മാതാവ് എന്നെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ഇളയ സഹോദരനും ഇടയ്ക്ക് വരുമ്പോൾ ആ സഹോദരനും, പ്രാർത്ഥനയ്ക്ക് നീ കടന്നു വാ, നീ യേശുവിലോട്ട് വന്നെങ്കിൽ യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുവിലൂടെ മാത്രമേ വിടുതലുള്ളൂ, യേശു മാത്രമേ നമുക്ക് സമാധാനം തരാൻ പറ്റത്തുള്ളൂ. കർത്താവിന്റെ വചനം പറയുന്ന പോലെ അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, യേശു ക്രിസ്തുവിന് മാത്രമേ സമാധാനം തരാൻ. ഇതെല്ലാവരും പറയുക, എന്നെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ഫീൽഡ് വേറെയാണ്. ഞാനൊരു മ്യൂസിക് ഫീൽഡുമായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇതുമായിട്ട് ചേരാനോ ഇവരുടെ പാട്ടും ഇവരുടെ കൊട്ടും പാട്ടും ഒന്നുമായിട്ട് ചേരാനോ എനിക്ക് പറ്റാതെ, ഒരിക്കലും ചോദിക്കാതെ പറ്റാതെ ഞാൻ ആയിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു വല്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ ഇനിയും മുന്നോട്ട് എങ്ങനെ പഠിക്കണോ, അത് എന്തെങ്കിലും പണിക്ക് പോകണോ, ജോലിക്ക് പോകണോ, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് എന്റെ മനസ്സ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. എന്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷം നടന്നുകൊണ്ടിരിക്കുക. അപ്പം വയസ്സും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുക. ആകെ ഒരു ഭയങ്കര ടെൻഷനിലായിരിക്കുമ്പോൾ സമയത്ത് എന്റെ കൂട്ടത്തിൽ 1 മുതൽ 4 വരെ പഠിച്ച ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള അമ്പലത്തിനാങ്കുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു സ്കൂളിലാണ് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത്. അവിടെ എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ, ഇന്ന് അദ്ദേഹം ഒരു ദേവദാസനാണ്, ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ആ ദേവദാസൻ ഇങ്ങനെ ഞാൻ ഒരിക്കല് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ റോഡെ നടന്നു വരും. ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട്, അന്നേരം അദ്ദേഹം എന്തോ ഡിഗ്രിക്ക് ബികോമിനോട് പഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എല്ലാം തകർന്നു. അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വീട്ടുകാരെല്ലാം വിഷയമായി. അപ്പൊ ഏതോ ദേവദാസന്മാരിലൂടെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് അങ്ങനെ ഒരു IPCയുടെ ഒരു പ്രവർത്തനം ഞങ്ങൾ അടുത്ത് തുടങ്ങി. ആ ദേവദാസനിലൂടെ രക്ഷിക്കപ്പെട്ട് ഈ മനുഷ്യൻ കൃപയിലേക്ക് വന്ന സമയമാണ്. അദ്ദേഹം വിശ്വാസത്തിൽ നല്ല ശക്തമായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ
ആ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മനുഷ്യൻ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വരിക. അപ്പൊ വർഷങ്ങൾ കൂടി ഞങ്ങൾ ഇദ്ദേഹത്തെ കാണുക. 1 മുതൽ 4 ക്ലാസ് വരെ പഠിച്ച് ഞാൻ വേറെ സ്കൂളിൽ കടന്നുപോയി, അദ്ദേഹം വേറെ സ്കൂളിലും പോയി. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടുമില്ല, ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല. അപ്പൊ ഈ മനുഷ്യൻ, ഈ സഹോദരൻ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോ ഞാൻ ആ റോഡിൽ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ, ആ ബ്രദറെ എന്നാ ഇവിടെ നിൽക്കുന്നേ, ഒത്തിരി നാളായിട്ട് ശേഷമാണ് നമ്മൾ കാണുന്നത്, എന്നാ പറ്റി, മുഖത്തല്ല ഒരു വല്ലാത്തൊരു നിരാശയും ഒക്കെ കാണുന്നത്, എന്നാ വിഷയം, ഇപ്പൊ എന്തോ എടുക്കുക, എന്തോ പഠിക്കുന്നേ, ഇത് ഇങ്ങനെ വിശേഷങ്ങളെല്ലാം ചോദിക്കുക. അപ്പൊ എനിക്കൊന്നും ശരിക്കും തുറന്നു പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുക. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു ബൈബിളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ബ്രദറെ ഇപ്പം ബ്രദർ എങ്ങനെ ഉപദേശിയാണോ അതോ ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോവാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ, എന്റെ ബ്രദറെ, എന്റെ ഒരിത്തിരി ചരിത്രമുണ്ട് എന്റെ കാര്യം പറയാൻ. അദ്ദേഹം ഒരു 10-15 മിനിറ്റിനുള്ളിൽ പുള്ളിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം കൂടെ എനിക്ക് ആ റോഡിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു. പുള്ളിക്കുണ്ടായ അനുഭവം, പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ തകർച്ചയുടെ നടുവിൽ ഒരു ദിവാസൻ മുഖാന്തരം യേശുവിനെ കണ്ടുമുട്ടിയതും തനിക്കുണ്ടായ അനുഭവങ്ങളും തനിക്കുണ്ടായ സമാധാനവും സന്തോഷത്തെ കുറിച്ചെല്ലാം അദ്ദേഹം ആ ഒരു നിമിഷം ആ റോഡിൽ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു തീർന്നു പറഞ്ഞു, ബ്രദറെ, അപ്പൊ ഇദ്ദേഹത്തിന് പറയാൻ ഞങ്ങൾ ഹിന്ദുക്കളാണ് പക്ഷെ അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞു, ബ്രദറിനെയും യേശു സ്നേഹിക്കുന്നു, ബ്രദറിനെയും കർത്താവായ യേശു സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം കൂടെ വരുത്താനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. യേശു മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി കൂടെ ആണ്. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പം കടന്നു പോകുന്ന ഏത് വിഷയമായിക്കോട്ടെ, അത് കർത്താവിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞാൻ പോകുന്ന ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്. ആ ഒരു കൂട്ടായ്മയിൽ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഈ മനുഷ്യൻ എന്നെ അങ്ങ് വേണ്ടി നിർബന്ധിച്ച് ഒരു ദിവസം ഈ മനുഷ്യൻ എന്ത് എന്നറിയാവോ, എന്നെ അവരുടെ ഒരു കൂട്ടായ്മയെ കൊണ്ടുപോയി. സത്യത്തിൽ ഞാൻ ഒരു യൗവനക്കാരനായതിനു ശേഷം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ അയൽവക്കത്തൊക്കെ പ്രേയറിന് പോയിട്ടുണ്ടെങ്കിലും, ഞാൻ ഒരു യൗവനക്കാരനായതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ്റ്റൽ മീറ്റിങ്ങിൽ പോകുന്നത്. ഒരു പെന്തക്കോസ്റ്റൽ മീറ്റിംഗ് ഞാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ പോയി ഒരു മൂലയ്ക്ക് പോയിരുന്നു. അവിടെ ആരാധന നടക്കുന്നു, പ്രാർത്ഥന നടക്കുന്നു, വചന ശുശ്രൂഷ നടക്കുന്നു. ആ ദേവദാസൻ എന്ന് പറഞ്ഞാൽ ശക്തമായ ശുശ്രൂഷയുള്ള മനുഷ്യനാണ്. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഭൂതത്തിന് മേലുള്ള അധികാര ശുശ്രൂഷയും അതുപോലെ ദൈവിക ആലോചന പറയുകയും പ്രവചനം ദൂതുകളൊക്കെ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം അവരെ ഭയങ്കരമായിട്ട് ഒത്തിരി യൗവനക്കാരൊക്കെ ഇരുന്ന് ആരാധിക്കുന്നുണ്ട്. ഞാൻ മൂലയ്ക്ക് പോയിരുന്നു. എന്നിട്ട് ഈ ലാസ്റ്റ് ഈ പ്രെയർ കഴിയുമ്പോൾ തന്നെ ഈ വന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയൊക്കെയുള്ള പ്രെയർ ഉണ്ട്. അപ്പം ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പം ഈ സഹോദരൻ എന്റെ കയ്യെ പിടിച്ചു, ബ്രദറെ നിർത്ത, ഇനിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു, ഇനിയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു നിർത്തി. എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ ആ പുറയിരുന്ന് എന്നെ ഈ സഹോദരൻ, എന്റെ കൂട്ടുകാരൻ പിടിച്ച് ആ പാഷടുക്കെ കൊണ്ടുവന്ന് നിർത്തി. എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം ഇന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം ആദ്യമായിട്ട് പുള്ളി ഇതുപോലെ റോഡിൽ നിന്നപ്പോൾ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, പ്രാർത്ഥിപ്പിക്കാൻ വന്ന പുള്ളി ഇപ്പൊ ആകെ ജീവിതത്തിൽ ഭയങ്കര സംഘർഷത്തിൽ കൂടെ കടന്നു, എന്ത് ചെയ്യണം, അവസാനം എങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ പുള്ളി നിൽക്കുക, നീ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് പോലും അറിയാത്ത രീതിയിൽ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദേവദാസന് എന്നോട് കുറച്ച് ആലോചന പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ എന്നോട് കൂടുതലും പറഞ്ഞ്, ചിലപ്പം ആദ്യമായിട്ട് ഞാൻ പോകുമ്പോഴത്തേന് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടാം, എനിക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മാനസാന്തരപ്പെടാനാ പറഞ്ഞു. നീ മാനസാന്തരപ്പെട്ടോണം, നീ മാനസാന്തരപ്പെട്ട് യഥാർത്ഥമായി നീ യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ഓർത്ത ഇദ്ദേഹം വലിയൊരു ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയും, വലിയ നിനക്ക് ആ അനുഗ്രഹം കിട്ടും, ഈ അനുഗ്രഹം കിട്ടും, നിന്നെ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, നിന്നെ അങ്ങനെ അനുഗ്രഹിക്കും, ഇങ്ങനെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമെന്നാ ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ഒരു വെട്ടി പറയുന്ന നേരിട്ട് എന്റെ മുഖത്തോട് നോക്കി പറഞ്ഞു, മോനെ നീ മാനസാന്തരപ്പെട്ടോണം, നീ മാനസാന്തരപ്പെട്ട് നിന്റെ പാപങ്ങൾ വിട്ട്, നീ പാപങ്ങളെ വിട്ട് നീ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം കൊടുക്കാൻ നീ തയ്യാറാകും, യേശുവിന് വേണ്ടി നീ ജീവിക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും, കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും എന്നും പറഞ്ഞ് ശക്തമായിട്ടുള്ള ആലോചന എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന്റെ ദൂത എന്നോട് പറഞ്ഞു, ഒരു വലിയ ഭൗതിക അനുഗ്രഹത്തിന്റെ ദൂതല്ല എന്നോടാന്ന് പറഞ്ഞു. ഞാൻ ഓർക്കണം ദേവദാസന്മാരെ, പ്രിയപ്പെട്ടവർ, ഞാന് ഈ ആദ്യമായിട്ടൊരു പെന്തക്കോസ്റ്റൽസിന്റെ മീറ്റിങ്ങിന് പോവാ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പെന്റിക്കോസ്റ്റൽ മീറ്റിംഗ് ഞാൻ പോവാ. അന്ന് കേൾക്കുന്ന ദൂത് ഇതാ, മാനസാന്തരത്തിന്റെ ദൂതാ കേൾക്കുന്നത്. എന്നിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നോക്കട്ടെ, ഹാ എന്നൊക്കെ മൂടി വെച്ച് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി.
ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഈ സഹോദരൻ എന്നെ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ഈ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്ന സഹോദരൻ എന്നെ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ സഹോദരന് വീണ്ടും എന്നെ ഫോളോ ചെയ്യുകയും എന്നെ കാണാൻ വരികയും ഇദ്ദേഹം പല പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുക. എന്നാലും ഞാൻ അങ്ങനെ പോകുന്നില്ലായിരുന്നു. എന്നാലും ശക്തമായിട്ട് ഈ പുള്ളിക്കാരൻ എന്റെ കൂട്ടത്തിൽ പഠിച്ചല്ലേ. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് വേറൊരു മീറ്റിങ്ങിൽ എന്നെ കൊണ്ടുപോയി. ഒരു സുവിശേഷകന്റെ അവിടെ ഒരു സുവിശേഷമൊക്കെ പറയുകയും ട്രാക്ട്സ് കൊടുക്കുകയും ഈ ഹോസ്പിറ്റൽ വിസിറ്റിംഗ് നടത്തുന്ന ഒരു ദേവദാസന്റെ ഒരു വീട്ടിലൊരു പ്രയർ ഉണ്ട്. അവിടെ എന്നെ കൊണ്ടു. സത്യത്തിൽ അവിടെ കടന്നു ചെന്നപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടത്. ഇതിന്റെ ഇടയ്ക്ക് ഈ ഞങ്ങളുടെ വീട്ടില് മാതാവ് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്തൊരു പാഷ് കടന്നു വന്നു, പെന്റിക്കോസ്റ്റൽ ചർച്ചിലെ പാഷ്. അങ്ങനെ അവിടെ ഒരു പെന്റിക്കോസ്റ്റൽ കൂട്ടായ്മ തുടങ്ങി. ഞങ്ങളുടെ മാതാവൊക്കെ ആ സഭയുടെ മെമ്പർ ആയിരുന്നു. അങ്ങനെ ആ കൂട്ടായ്മ അവിടെ ഉപവാസവും പ്രാർത്ഥനയും, എല്ലാ മാസവും ഉപവാസവും പ്രാർത്ഥനയും കാര്യങ്ങളും. ഈ പാഷൊക്കെ ഞങ്ങളുടെ വീട് വിസിറ്റിങ്ങിനൊക്കെ വരും. ഇവരൊക്കെ വീട് വിസിറ്റിങ്ങിനൊക്കെ വരുമ്പം ഞാൻ സത്യം പറഞ്ഞ് ഇവരുടെ ഒന്നും മുന്നിൽ പോകാനേ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ ഒരു കാര്യങ്ങളോട് ഭയങ്കര വെറുപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. ഈ ദേവദാസന്മാരോട്, പ്രത്യേകിച്ച് ഈ വെള്ളയൊക്കെ ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഈ കറുത്ത ഒരു ബൈൻഡിട്ട പുസ്തകമായിട്ട് ഇറങ്ങുന്നവരെ കുറിച്ച് എനിക്ക് അവരെ ഇഷ്ടമേ അല്ലായിരുന്നു. അവരെ കാണുമ്പോഴേ, അവര് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേ ഞാൻ പുറയിലത്തെ വാതിലൂടെ ഇറങ്ങി പോകായിരുന്നു. അവര് മുന്നിൽ കൂടെ ഉള്ള വാതിലൂടെ അവര് കയറി വരുമ്പം ഞാൻ ബാക്കിലെ വാതിലൂടെ ഇറങ്ങിപ്പോകും. കാരണം ഇവര് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇവരെ എനിക്ക് താല്പര്യമില്ല. കാരണം അവരെ കുറിച്ച് അന്ന് ഞങ്ങളുടെ ദേശത്തൊക്കെ പൊതുവെ പറഞ്ഞുകൊണ്ടിരുന്നതും, കാരണം ഇവര് അധ്വാനിക്കാതെ, ദേഹം അനങ്ങാതെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. ദേഹം അനങ്ങാതെ അധ്വാനിക്കാതെ ജീവിക്കുന്ന ഒരു കൂട്ടരാണ്. കാരണം ഒരു കറുത്ത ഇട്ട ബൈബിളുമായിട്ട് ഒരു വെള്ള ഷർട്ട് ഇട്ട് ക്ലീൻ ഷേവ് ചെയ്ത് രാവിലെ ഇറങ്ങും, വൈകുന്നേരം വരെ വീടുകളിൽ കയറി ഇറങ്ങും, അവരുടെ കാര്യം നടക്കും. അധ്വാനിക്കാതെ ജീവിക്കുന്ന അങ്ങനെ ഒരു തുച്ഛമായിരുന്നു ഇവരോടുണ്ടായത്. അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെയുള്ള ദേവദാസന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കയറി വരുമ്പോൾ അവരുടെ മുന്നിൽ നിൽക്കാനോ അവർക്ക് പറയുന്നത് കേൾക്കാനും താല്പര്യമില്ലാതെ ഞങ്ങൾ പുറകെ ഞാൻ ഇറങ്ങിപ്പോകുന്ന ഒരു പതിവായി. അപ്പൊ ഈ ദേവദാസനും അവിടെ വന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ആ ഒരു ചർച്ചിന്റെ മെമ്പർ കൂട്ടായ്മയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരും വിസിറ്റിങ്ങിനൊക്കെ വരും. പക്ഷെ അവരുടെ മുന്നിൽ ഞാൻ നിൽക്കത്തില്ല. ഇനി ഒരു ചിലപ്പങ്ങാനോ ഈ ഹിന്ദി പറഞ്ഞ അചാനക് എന്ന് പറഞ്ഞ് ഈ പെട്ടെന്ന് അവരുടെ മുമ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ഇവര് പെട്ടെന്ന് സുവിശേഷം പറയും, മാനസാന്തരത്തിന്റെ കാര്യം പറയും, രക്ഷയുടെ കാര്യം പറയും. അങ്ങനെ അവര് എന്നെ ഉപദേശിക്കുകയൊക്കെ ചെയ്യാൻ. പക്ഷെ എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങളുടെ ആ ഒരു സഭയിൽ അവിടെ ഒരു ഉപവാസപ്രാർത്ഥന നടന്നു. ആ സമയത്ത് എന്റെ ഉപ്പാപ്പൻ, അതായത് അച്ഛന്റെ ഇളയനിയൻ, താനും വിശ്വാസത്തിലേക്ക് കടന്നു. തന്റെ ജീവിതത്തിലും വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ കൂടെ അവര് ദൈവമക്കൾ പ്രാർത്ഥിച്ച് കർത്താവ് തനിക്കും വിടുതൽ കൊടുത്തു. താനും ഭാര്യയും 2 മക്കളും അവരെല്ലാം കുടുംബമായിട്ട് വിശ്വാസത്തിൽ കടന്നു. അപ്പൊ അവരുടെ വീട്ടിലും ഈ ഉപദേശിമാര് വരും, പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആ സഭയിൽ ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് എന്റെ ഒരു ആകുന്ന ബന്ധമാണ് ഒരു പെങ്ങടെ മോൻ ആ സമയത്ത് അവിടെ വന്നിരുന്നു. ഈ മനുഷ്യനെ പണ്ട് ഗൾഫിൽ വെച്ചെങ്ങാണ്ട് രക്ഷിക്കപ്പെട്ട ആളാണ്. ഗൾഫിൽ പോയപ്പം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ വൈഫ് ഭയങ്കര എതിരായിരുന്നു, വിശ്വാസത്തിനെതിരായിരുന്നു. ഇദ്ദേഹം പള്ളിയിൽ പോകുന്നതിനോട് ആരാധനയ്ക്കെല്ലാം ഭയങ്കര എതിരായിരുന്നു. ഈ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ആ ഏരിയയിലെ ചർച്ചിൽ ആ ഫാദർ നടന്ന സമയത്ത് ഈ ഞങ്ങളുടെ ആ ഫാദറിന്റെ ആ പെങ്ങടെ മോനും തന്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങളുടെ മാതാവ് അവിടെയുള്ള വിശ്വാസികളോടെല്ലാം ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകും. അങ്ങനെ ഒരു ദിവസം ഈ പകലത്തെ ഒരു മീറ്റിങ്ങിന് കടന്നു പോകുന്ന സമയത്ത് അപ്പം ഭാര്യ പോകത്തില്ല, ഭാര്യ ഭയങ്കര എതിരാ. ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതിനോടും ചർച്ചിൽ പോകുന്നതിനോടും എല്ലാം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര എതിരാ. ഒരു ദിവസം ഈ പകലത്തെ സെക്ഷൻ മീറ്റിങ്ങിന് ഇവർ കടന്നു പോകുന്ന സമയത്ത് മറ്റുള്ള സൗകര്യമാരെല്ലാം കൂടെ ഈ പുള്ളിക്കാരത്തെയും കൂടെ, അതായത് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ, ഈ ഭയങ്കര എതിരുള്ള ഈ സൗകര്യം കൂടെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി. നിർബന്ധിച്ച് ആ പകലത്തെ മീറ്റിങ്ങിന് വിളിച്ചോണ്ട് പോയി. ആ പകലത്തെ മീറ്റിങ്ങിന് അവിടെ ആരാധനയുടെ നടുവിൽ ഈ സൗകര്യക്കകത്തുണ്ടായിരുന്ന ദുരാത്മ ശക്തികൾ ഇളകാനിടയായി. ഇവരുടെ അകത്തിരുന്ന് ആ ദുഷ്ടാത്മ ശക്തികളെല്ലാം ആ ചർച്ചിനകത്ത് കുറച്ച് ഇളകാനിടയായി. ഭയങ്കര പ്രകടനമൊക്കെ ആയിരുന്നു അന്നറിയാം. കാരണം ഞാൻ അന്ന് വിശ്വാസിയല്ലായിരുന്നല്ലോ. എനിക്കറിയാം, അവർ പറഞ്ഞു കേട്ടാണ് അവിടെ ഭയങ്കര അവര് ആ പായെല്ലാം വലിച്ചു കീറുവോ, അവിടെ കിടന്ന് ഉരുളുവോ, ഭയങ്കര ഇതൊക്കെ ഉണ്ടായി. പക്ഷെ അവിടുത്തെ ആ ദേവദാസൻ പ്രാർത്ഥിച്ച് അതിന് ശാന്തത വന്നു, കർത്താവ് ഒരു വിടുതൽ കൊടുത്തു. പക്ഷെ അന്ന് രാത്രിക്ക് ഈ ദേവദാസനും ഭാര്യയും കൂടെ അന്ന് ഞങ്ങളുടെ വൈകിട്ടത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ വീടുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ എൻ്റെ ഉപ്പാപ്പന്റെ വീട്ടിൽ വന്നു.
അപ്പം പാപ്പന്റെ വീട്ടിൽ വന്ന ഒരു കാര്യങ്ങളൊക്കെ ഇവരോടും പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭർത്താവിനോടും പറഞ്ഞു. ആ ഭർത്താവ് വിശ്വാസിയാണല്ലോ, പുള്ളിയോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ വൈഫിന് വേണ്ടി നിങ്ങളോട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം, നാളെ മുതലുള്ള പ്രയർ നിങ്ങളും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ദൈവദാസനെ കണ്ടപ്പോ തന്നെ ഈ പകല് ഭൂതം വളകിയ സഹോദരി എന്തെന്നറിയാമോ, വെളിയിൽ മുറ്റത്ത് നിന്ന് ചാടി പെരയ്ക്കകത്ത് കയറി. ഈ പാഷ വൈഫിനെയും കാണുകയും ഇവര് പെട്ടെന്ന് ചാടി പെരയ്ക്കകത്ത് കയറി അവര് അകത്തെ മുറിക്കകത്തോട്ട് ആ ഒരു കതകിന്റെ പുറകിൽ പോയി മറഞ്ഞു. അപ്പൊ ഈ ഫാസ്റ്ററും ഭാര്യയും വീട്ടിലോട്ട് കയറി വന്ന് അവര് പറഞ്ഞു, സൗകര്യം എന്താ, ഞങ്ങളെ കണ്ട് ബോഡി ഇങ്ങോട്ട് വാ, വെളിയിലോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ വരത്തില്ലെന്നും പറഞ്ഞ് ഇവർ അകത്തോട്ട് കയറി പോവാ. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഈ ദേവദാസനും ഭാര്യയും കൂടെ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു, പകലുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ഭർത്താവിനോടെല്ലാം പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇറങ്ങാമെന്നും പറഞ്ഞ് അവര് പ്രാർത്ഥിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും എഴുന്നേറ്റ് വന്നു. അപ്പൊ അടുത്തുള്ള 1-2 വിശ്വാസികളും വന്ന് ഞങ്ങളുടെ അമ്മയെ, ഞങ്ങളുടെ അടുത്ത വീടാ, തൊട്ടടുത്താണ് അപ്പാപ്പൻ താമസിക്കുന്നത്, അപ്പാപ്പന്റെ വീട്. ഞങ്ങളുടെ അമ്മയും കൂടെ പാഷ് വന്ന് അറിഞ്ഞപ്പോ തന്നെ താഴ്ത്തു ഇറങ്ങി വന്നു. ഒരു 3-4 വിശ്വാസികളും അതുപോലെ ഈ സൗകര്യം ഭൂതവളയ സൗകര്യം ഞങ്ങളുടെ പാപ്പന്റെ ഫാമിലി ഇവരെല്ലാം കൂടെ എഴുന്നേറ്റ് വന്നു. പാഷ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് കണ്ണടച്ചു. ഒരു വാക്ക് പറഞ്ഞപ്പോ തന്നെ അകത്ത് നിന്ന്, അതായത് പകൽ ഭൂതവളയ സൗകര്യക്കകത്ത് വീണ്ടും ഭൂതവളയും പ്രാർത്ഥനയും കൂടെ തുടങ്ങി. പകല് ഭൂതവളകിയ ആ സൗകര്യക്കകത്ത് വീണ്ടും ഭൂതവളകിയിട്ട് പെരയ്ക്കകത്ത് നിന്ന് ആള് അലറിക്കൊണ്ട് വെളിയിൽ മുറ്റത്തോട്ട് വന്നു. മുറ്റത്തോട്ട് പറഞ്ഞാൽ ഫ്രണ്ട് റൂമിലേക്ക് വന്നു. പാഷും ഈ ഞങ്ങളെ അവരെ അമ്മയൊക്കെ ഞങ്ങളെ ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കുന്ന മുറിയിലേക്ക് വന്നു. അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി, അവർ ഒച്ച വെക്കാൻ തുടങ്ങി. അപ്പൊ ഇവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ കൂട്ടത്തിലുള്ളവരെല്ലാം ദൈവമക്കളെല്ലാം കൂടെ ശക്തമായിട്ട് അവിടെ ആരാധനയുടെ അന്തരീക്ഷം വെളിപ്പെടും. അവരെല്ലാം അന്യഭാഷകൾ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ ഈ അന്യഭാഷ പറയുകയും മറുഭാഷയും നന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന് കളിയാക്കുന്നവരൊക്കെ. നമ്മളും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന, മറുഭാഷ പറയുന്ന ഒരു വല്ലാത്ത ഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഒക്കെ ഞങ്ങൾ ആ അമ്മയെ, ആ കൂട്ടായ്മയെ ഞങ്ങളും പരിഹസിക്കുമായിരുന്നു. അപ്പൊ ഇവരെല്ലാം കൂടെ ഈ അന്യഭാഷ പറഞ്ഞുള്ള ആരാധന ശക്തമായിട്ട്, ഈ പ്രാർത്ഥന ഒരു വലിയൊരു ആരാധനയുടെ അന്തരീക്ഷത്തിലേക്ക് അങ്ങായി. അപ്പൊ ഈ ഭൂതവളയ സഹോദരി കിടന്ന് അലറുകയും ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ തൊട്ടടുത്താണല്ലോ ഞങ്ങളുടെ വീട്. അപ്പൊ ഞാൻ ഓർത്ത് ഞങ്ങളുടെ അമ്മയുടെ ശബ്ദമൊക്കെ ഇത്ര ഒച്ചത്തിക്കൊക്കെ ഞാൻ ഓർത്ത് ഈ അമ്മച്ചിക്കൊക്കെ ഇങ്ങനെ കിടന്ന് ഒച്ച തൊണ്ട തുറക്കേണ്ട വല്ല കാര്യമുണ്ടോ, പിന്നെ ദൈവത്തിന് തന്നെ ചെവി കേൾക്കത്തില്ല എന്നൊക്കെയുള്ള, ഞാനിങ്ങനെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് പറയാ, ഇവരുടെ ദൈവത്തിന് തന്നെ ഇങ്ങനെ ഒച്ചത്തിൽ കിടന്ന് അലറിയാലേ ഇവരുടെ ദൈവം വിളി കേൾക്കത്തുള്ളൂ. അയ്യോ ഞങ്ങളുടെ അമ്മയുടെ ഒക്കെ ഒച്ച കേട്ടോ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ അമ്മച്ചിയും വല്ലാത്ത രീതി ഇങ്ങനെ പരിഹസിക്കുന്ന രീതിയിൽ പറയും. പക്ഷെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇവരുടെ ആരാധനയുടെ ശബ്ദം വീണ്ടും അങ്ങ് ഉയരുക, കൂടുക. അപ്പൊ എന്റെ ഉള്ളിൽ അപ്പൊ എന്തോ സംതിങ്, എന്തോ അവിടെ വിഷയമുണ്ട്. അപ്പം എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരിക, ഏതായാലും ഇവർ ആ ആരാധന നടക്കുന്ന വീട് ഉപ്പാപ്പന്റെ വീടാ, അവിടെ പോയി ഒന്ന് നോക്കാം, അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരിക, നീ പോയി നോക്കുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിച്ചെന്നപ്പോ ഇവര് ഭയങ്കരമായിട്ട് അന്യഭാഷയിൽ ആരാധന നടക്കുകയാണ്. അപ്പൊ എനിക്ക് അകത്ത് കയറാൻ താല്പര്യമില്ല. ഞാൻ ഇങ്ങനെ വെളിയിലത്തെ ആ ജനലിനകത്തോടെ ഇങ്ങനെ കർട്ടൻ മാറ്റി ഇങ്ങനെ ഞാൻ നോക്കി. കർട്ടൻ മാറ്റി നോക്കിയപ്പോ തന്നെ ഞങ്ങളെ ചേച്ചി എന്നാ അവരെ വിളിക്കുന്നത്. ആ ചേച്ചി നിലത്ത് കിടന്ന് ഉരുളുക, മുടിയെല്ലാം അഴിച്ചിട്ട് അവരുടെ നാക്കെല്ലാം ചാടിച്ച് നിലത്ത് കിടന്ന് ഉരുളുക. അവർ ഭയങ്കര ഒച്ച വെക്കുക. അപ്പം ബാക്കിയുള്ളവരെല്ലാം കണ്ണടച്ചു നിന്ന് ആരാധിക്കുക. അപ്പൊ പാഷ് ഇങ്ങോട്ട് മുന്നോട്ട് കയറി വരുന്ന കണ്ടു. ഞാൻ അന്നേരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പാഷ് മുന്നോട്ട് വന്ന് യേശു ക്രിസ്തുവിന്റെ സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിശാചെ ഞാൻ കൽപ്പിക്കുന്നു, നിന്റെ ഉള്ളതെല്ലാം വെളി വരട്ടെന്ന് പറഞ്ഞു, വെളിപ്പെടട്ടെ എന്നാ പറഞ്ഞു. അന്നേരത്തേക്ക് സത്യത്തില് ഈ ഉരുണ്ടോണ്ടിരുന്ന സഹോദരി ചാടി എഴുന്നേറ്റ് പലതരത്തിലുള്ള രൂപങ്ങളും ഭാവങ്ങളും കാണിക്കാൻ തുടങ്ങി ഈ പാഷ് ഇത് പറഞ്ഞപ്പോ തന്നെ. അപ്പൊ അന്ന് വരെയും ഞാൻ പറഞ്ഞ പോലെ ഈ പാഷുമാരോടും വെള്ള ഉടുപ്പിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കറുത്ത ബൈബിൾ ഇട്ടവരെ എനിക്ക് താല്പര്യമില്ല. അവരോട് ഒരു ഭയങ്കര പരിഹാസത്തോടെ നിന്ന് ഞാൻ, എടാ സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ് യേശുവിന്റെ നാമത്തിൽ നിന്നിലുള്ള സകലം വെളിപ്പെടണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഉടനെ ഈ സൗരി ചാടി എന്നിട്ടുള്ള പല രൂപങ്ങളും ഭാവങ്ങളും കാണിക്കാൻ തുടങ്ങി. അപ്പൊ സത്യം പറഞ്ഞ് ഇത് കണ്ട ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയല്ലേ, എനിക്കെന്തോ എൻ്റെ ഉള്ളിലൂടെ എന്തോ ഒക്കെ തോന്നായിട്ട് എനിക്ക് തോന്നി ആ സമയത്ത്. അത് കഴിഞ്ഞേച്ച് ഞാന് ഇന്നും എനിക്ക് അതിന്റെ ഇപ്പം കണ്ട പോലെ എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. ആ ശക്തികൾ എന്തൊക്കെയാണെന്ന് എണ്ണം പറഞ്ഞു, ഓരോന്നിന്റെ പേരും പറഞ്ഞു, എവിടുന്നാ വന്നതെന്ന് പറഞ്ഞു, സകല ഹിസ്റ്ററി അത് പറയാനിടയായി. ഇതെല്ലാം സത്യത്തിൽ ഞങ്ങൾ അന്നൊക്കെ ആ ഒരു രീതിയിൽ നിന്ന് ജീവിച്ചു. അങ്ങനെ ആ ഒരു ആരാധനയിലും അങ്ങനെ ഒരു ആചാരത്തിലും ഒക്കെ നിന്നു. പക്ഷെ ആ ദൈവദാസൻ, ആ ഒരു മനുഷ്യൻ, ഞാൻ പരിഹസിച്ചുകൊണ്ടിരുന്ന വെള്ള ഷർട്ട് ഇട്ടോടെയും ക്ലീൻ ഷേവുകാരെയൊക്കെ
ബൈബിൾ എടുത്തുകൊണ്ടാണ് പരിഹാസത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ആ അഭിഷിക്തൻ ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, നിന്റെ അകത്തുള്ളതെല്ലാം വെളിപ്പെടട്ടെന്ന് യേശുവിന്റെ നാമത്തിൽ. അതെല്ലാം പുറത്തു വന്നു, ഓരോന്നോരോന്ന് വെളിപ്പെട്ടു വന്നു. ഏകദേശം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു 7 വ്യത്യസ്തമായിരിക്കുന്ന ശക്തികളാണ് ആ ഒരു സ്ത്രീയിൽ നിന്ന് പുറത്തു വന്നത്. അവസാനം ആ ദേവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ തലയെ കൈവച്ചു, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ ശരീരം വിട്ട് എന്നേക്കുമായി പുറത്തു പോകാം അവിടെ പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ ആ സൗകര്യ നിലത്ത് വീണു. അവർക്ക് സുബോധം വന്ന് അവരുടെ മുടിയെല്ലാം അഴിച്ചിട്ട് അവർ കിടന്ന വല്ലാത്ത രീതിയിൽ അവർ കിടന്ന് കറങ്ങുകയും ഉച്ചവെക്കുകയും ആ ഒരു രീതിയിൽ അവർ സുബോധം വന്ന് അവർ എഴുന്നേറ്റ് വന്നു. അവർ കർത്താവിന്റെ ദാസന്മാരുടെ മുന്നിൽ, ദൈവമക്കളുടെ മുന്നിൽ മുട്ടുമടക്കി. അന്ന് രാത്രി ആ ഭൂതം ഇറങ്ങിപ്പോയി. ആ സൗകര്യ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ ഞാൻ ഇതെല്ലാം ഈ ജനലിൽ കൂടെ കണ്ടോണ്ട് നിൽക്കുക, ഞാൻ ഈ പുറത്തെ ജനലിൽ കൂടെ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ ഓർത്തിയടാ, ഒരു ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാനൊക്കെ പരിഹാസമാനുഭവത്തോടെ കാണുന്ന ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഈ ശക്തികളെല്ലാം എങ്ങനെ വിട്ടുപോയി? എന്റെ ചോദ്യം അതായി, ഇതെല്ലാം എങ്ങനെ വിട്ടുപോയി? എന്റെ ഉള്ളിലേക്ക് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ അങ്ങ് കയറി. അവരെയൊന്നും അറിഞ്ഞില്ല, ഞാൻ വെളിയിൽ നിന്ന് ഇത് കാണുന്നൊന്നും അവരാരും അറിഞ്ഞില്ല. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു വലിയ ക്വസ്റ്റ്യനായി. ഞാൻ അന്ന് രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റി. ഞാൻ അന്ന് വരെ അങ്ങനെ ബൈബിള് നോക്കുവോ, അമ്മയുടെ ബൈബിൾ അവിടെ പഴയ ബൈബിൾ ഇരിപ്പുണ്ട്, അങ്ങനെ നോക്കുവോ വായിക്കുവോ ഒന്നും ചെയ്യാത്ത ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറക്കം വരാതൊക്കെ ഞാൻ അമ്മച്ചിയുടെ ബൈബിളൊക്കെ എടുത്ത് പതുക്കെ നോക്കാനൊക്കെ തുറന്ന് ഉൽപ്പത്തി പുസ്തകം തൊട്ട് ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ തുറന്നു നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ അടച്ചു വെച്ചു. പക്ഷെ എനിക്കെന്നും അറിയത്തില്ല, എന്റെ അകത്ത് ആ ഒരു സംഭവം കണ്ടപ്പോൾ, എടാ യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ആ ശക്തികളൊക്കെ എന്തുകൊണ്ട് വിട്ടുപോയി, എന്തുകൊണ്ട് കീഴടങ്ങി, അതും ഒരു മനുഷ്യന്റെ മുന്നിൽ? എന്റെ ഉള്ളിൽ ആ ഒരു ചോദ്യമായി. പക്ഷെ ആ ചോദ്യം എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കുറെ നാളുകൾ എന്നോട് ഞാനിങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ ഒരു ശക്തികളൊക്കെ കീഴടങ്ങാൻ ഇടയായി തീർന്നത്, അത് വിട്ടുമാറാൻ ഇടയായി തീർന്നത്, ആ സൗകര്യക്ക് വിടുതൽ ഉണ്ടാകാൻ ഇടയായി തീർന്നത്? ഇത് വെറും കളിപ്പീരാണ്, അതുപോലെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, ജനത്തെ ആൾക്കാരെ പൈസ കൊടുത്ത് മതത്തിൽ ചേർക്കാനുള്ള പരിപാടിയാണ്. ഇവരെല്ലാം പരിഹാസ മനോഭാവത്തോടെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഞാന് അന്നു മുതൽ ഈ ദേവദാസന്മാരെ കാണുമ്പോൾ എനിക്കൊരു ബഹുമാനം തോന്നാൻ തുടങ്ങി. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ ദേവദാസന്മാരെ കാണുമ്പോഴൊക്കെ എനിക്കൊരു ബഹുമാനം തോന്നാൻ തുടങ്ങി. അവരെ കാണുമ്പോഴത്തേന് അവര് പറയുന്നത് കേൾക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് വരാൻ തുടങ്ങി. അന്ന് വരെ എനിക്ക് ഇല്ലാത്ത ഒരു സംഭവം എനിക്ക് ആ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ദേവദാസന്മാരെ കാണുമ്പോൾ പ്രത്യേക ഒരു ബഹുമാനവും അവര് പറയുന്നത് കേൾക്കാനും ഒക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഒരു എൻ്റെ കൂട്ടുകാരനായ ദേവദാസൻ ഈ കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുപോയി. ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത സമയങ്ങളിലായിരുന്നു. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിങ്കിലേക്ക് ദൈവം എന്നെ തിരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിങ്കിലേക്ക്, സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക്, യേശു ക്രിസ്തുവിലേക്ക് ദൈവം എന്നെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കത് അന്നത്തെ രീതി മനസ്സിലായി. ആ സമയത്ത് ഈ ദേവദാസൻ, എൻ്റെ കൂട്ടുകാരൻ, എന്നെ വേറൊരു മീറ്റിങ്ങിൽ, ഒരു സുവിശേഷ മീറ്റിങ്ങിൽ എന്നെ കൊണ്ടുപോയി. ആ മീറ്റിങ്ങിൽ ചെന്ന് ഞാനും ഉണ്ട്, ആ സുവിശേഷകനും ഉണ്ട്, അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, എൻ്റെ സഹോദരനും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. അവിടെ വലിയ മീറ്റിംഗ് ഒന്നുമല്ല. അവരുടെ വീട്ടിൽ പായും പിരിച്ച്, നിലത്തോട്ട് പായം പിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കീഴോട്ട് കുനിഞ്ഞിരിക്കുക. അപ്പൊ അവര് ഹല്ലേലൂയ പറയുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, കൈയടിക്കുന്നു. പക്ഷെ ഞാനിങ്ങനെ കീഴോട്ട് കുനിഞ്ഞിരിക്കും. ഇതെല്ലാം കഴിഞ്ഞേച്ച്, ഈ ആരാധനയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞേച്ച് ആ സുവിശേഷകനായിരിക്കും ദേവദാസൻ എന്റെ മോന്തയ്ക്കോട്ട് നോക്കിയേച്ച് എന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു. എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ചില സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ കണ്ടേച്ച് പറയുന്ന പോലെ അങ്ങ് പറയാൻ തുടങ്ങി. അന്നേച്ച് അതോട് ചേർന്നുള്ള ചില വചനങ്ങളും വചന വെളിപ്പാടുകളും ചേർന്ന് കോട്ട് ചെയ്ത് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കീഴോട്ട് കുനിഞ്ഞിരുന്ന ഞാൻ നേരെ തലപൊക്കി നോക്കി, ഇതെന്തോ സംഭവം. ഞാൻ ആകെ ഒരു വലിയ എന്തോ ഒരു ഇതെന്റെ ജീവിതത്തിൽ ഉണ്ടായി, ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു മാറ്റം. അപ്പൊ ഇവരാലോചിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് ഞാൻ നേരെ നോക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിർത്താതെ ഇങ്ങനെ വചനവും പറഞ്ഞുകൊണ്ടിരിക്കുക. അതോടെ അദ്ദേഹത്തിന് കിട്ടുന്ന വെളിപ്പാടും
അദ്ദേഹത്തിന് കിട്ടുന്ന ദൂതുകളെല്ലാം ഇങ്ങനെ എന്റെ മുഖത്തേക്കോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് പറയുമ്പോൾ, വചനം പറയുമ്പോൾ എന്റെ അകത്തോട്ട് വന്ന് എന്തോ ചുറ്റിയ കൊണ്ട് പോലെ കൂടം കൊണ്ട് അടിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിലേക്ക് വന്ന് പതിയാൻ തുടങ്ങി. ഇദ്ദേഹം പറയുമ്പോൾ ഇതേ ഒരു ചർച്ചിന്റെ ഭാഷ അല്ല, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ദൈവദാസനൊന്നും, അതേ ഒരു സുവിശേഷകൻ രാവിലെ തൊട്ട് ഈ ട്രാക്ട് കൊടുക്കാനും ജയിൽ മിനിസ്ട്രിക്കും അതുപോലെ ഈ ഹോസ്പിറ്റൽ മിനിസ്ട്രിക്കും ഒക്കെ പോകുന്ന ഒരാളാണ്. അതേ ഒരു വേറൊരു ചർച്ചിലെ, അവിടുത്തെ ഒരു ചർച്ചിലെ മെമ്പറെന്നേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരു കൂടം കൊണ്ട് അടിക്കുന്നത് പോലെ എന്റെ ഹൃദയത്തിലേക്ക് വന്ന് വീഴുക. ഇത് പറയുമ്പോൾ തന്നെ അറിയാതെ എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരാൻ തുടങ്ങി. ഈ ആലോചന പറയുമ്പോൾ ഈ വചനവും വെളിപ്പാടും എല്ലാം കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കണ്ണിൽ കൂടെ ഞാൻ പോലും അറിയാതെ ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണുനീര് വീഴാൻ തുടങ്ങി. സത്യത്തിൽ അന്നാണ് എന്റെ അകത്ത് ഒരു മാറ്റം സംഭവിക്കാനിടയായത്. ഒരു സാധാരണ സുവിശേഷകൻ, ഒരു വലിയ ചർച്ചിന്റെ ഭാഷ ഒന്നുമല്ല അത്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങളൊക്കെ ചുറ്റിയ കൊണ്ട് അടിക്കുന്നത് പോലെ, കൂടം കൊണ്ട് അടിക്കുന്നത് പോലെ ഹൃദയത്തിൽ വന്ന് പതിഞ്ഞ് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭയങ്കര പാപത്തിൻ്റെതായിരിക്കുന്ന ഇതിനെ ദൈവാത്മാവ് അടിച്ചു പൊട്ടിക്കാനിടയായി. എന്റെ ഹൃദയം അന്ന് തകരുവാനിടയായി. ആ വചനത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഉള്ളിലൂടെ ദൈവാത്മാവ് സംസാരിച്ച വാക്കുകളിലൂടെ ദൈവാത്മാവ് എന്നെ തൊടാനിടയായി. എന്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞു നിലവിളിച്ച് അന്ന് ആ പായലിരുന്നുണ്ട് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഈ പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒക്കെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഇത്രോ നാള് നടന്ന ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത മനുഷ്യനായിരുന്നു. പക്ഷെ ആ ഒരു സംഭവം എന്റെ ജീവിതത്തെ മാറ്റി. അന്നപ്പായിരുന്നോണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് 2001 ഈ സംഭവം നടക്കുന്നത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു സന്തോഷം കടന്നു വരാനിടയായി. ഒരു വലിയ സമാധാനം എൻ്റെ ഉള്ളിലേക്ക് വരാനിടയായി. അന്ന് വരെയും ഞാൻ ഞാൻ പറഞ്ഞില്ല, ടെൻഷനിലൂടെയും തകർച്ചയിലൂടെയും ഭയങ്കര സംഘർഷത്തിലൂടെയും എല്ലാം കടന്നു പോയിരുന്നു. എൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനവും സന്തോഷവും കടന്നു വരാനിടയായിരുന്നു. എൻ്റെ ആ കൂട്ടുകാരനും ആ ദേവദാസനോട് ഒത്തിരി ആത്മീയമായിട്ട് സപ്പോർട്ട് ചെയ്യാനിടയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം എന്നെ കൂടെ ട്രാക്ട് കൊടുക്കാനും, അന്നേരം തന്നെ കൊണ്ടുപോവാം, ട്രാക്ട് കൊടുക്കാനും, വീടുകൾ കയറി സുവിശേഷം പറയാനും, ആശുപത്രി സന്ദർശനത്തിനും എല്ലാം കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ നമ്മളെ 23-ാമത്തെ വയസ്സിലാണ് സംഭവിക്കുക. എന്റെ 23-ാമത്തെ വയസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ആ യൗവനത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പോയി, പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈന്ദവ ചുറ്റുപാടിൽ നിന്നൊക്കെ വന്ന് ഇങ്ങനെ സുവിശേഷം പറയാനും ട്രാക്ട് കൊടുക്കാനുള്ളൊക്കെ നാണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദേവദാസന്റെ കൂട്ടത്തിൽ നടന്ന് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി ട്രാക്ട് കൊടുക്കുകയും അതുപോലെ പരസ്യവും നടത്തുകയും ഹോസ്പിറ്റൽ വിസിറ്റിംഗ് നടത്തുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്കൊരു സപ്പോർട്ട് തരാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ ഈ കൃപയിലേക്ക് വരുന്നത്. ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ ഷോർട്ടായിട്ട് അങ്ങ് പറഞ്ഞു പോകായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ അന്ന് രക്ഷിതാവും കർത്താവായിട്ട് സ്വീകരിച്ചതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒക്കെ സാക്ഷ്യം പറയാനും ഒക്കെ കർത്താവ് കൃപ തരാൻ ഇടയായി തീർന്നു. പിന്നെ അതിനുശേഷം എന്റെ കൂട്ടത്തിൽ പഠിച്ച ആ സഹോദരൻ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു, ആത്മീയ സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ രണ്ടും പിന്നെ അനവധിയായിരിക്കുന്ന ഭവനങ്ങളിൽ കയറി സുവിശേഷം പറയുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ പറയുകയും അതുപോലെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ വിസിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിപ്പാനിടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ആ ഒരു ഭൂത ശുശ്രൂഷ അവിടെ നടന്നതിന്റെ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോയി. ഞാൻ പലതിനെയും വലുതെന്ന് കണ്ട പലതും കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നത് സംഭവം എന്റെ ജീവിതത്തിൽ എന്റെ കണ്ണുകൊണ്ട് കാണാനിടയായി. ആ ക്വസ്റ്റ്യൻ എന്റെ ഉള്ളിൽ കിടക്കുക. ഇതെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചൊന്ന് അറിയണം. അതിനുശേഷം ഇങ്ങനെ സുവിശേഷ വേലയ്ക്കെല്ലാം ഞാൻ ഇറങ്ങിയതിനു ശേഷം ഞാൻ പഴയ ജീവിതം, മ്യൂസിക് ഫീൽഡെല്ലാം ഞാൻ വിട്ടു. എന്റെ പിതാവിന് അതൊരു വലിയ ബുദ്ധിമുട്ടായി. അദ്ദേഹം ശക്തമായിട്ട് എനിക്കെതിരെ അതുകൊണ്ട് എതിർക്കാനിടയായി തീർന്നു. കാരണം ചെറുപ്പത്തിലെ തൊട്ടേ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. അതിനുവേണ്ടി സാമ്പത്തിക കാര്യങ്ങളെല്ലാം മുടക്കി എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ ആ മ്യൂസിക് ഫീൽഡൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായി. അദ്ദേഹം ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. ഞാനും വിശ്വാസത്തിൽ വന്നു. ഇപ്പം വീട്ടിൽ 3 പേര് വിശ്വാസത്തിലായി. ആദ്യം അമ്മ വന്നു, പിന്നെ ഇളയ സഹോദരൻ വന്നു, പിന്നെ മൂത്ത സഹോദരൻ ഞാനും വന്നു. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സഹോദരൻ കൂടെ വിശ്വാസി വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ 3 പേര് വിശ്വാസത്തിലായി. അങ്ങനെ
പിതാവ് ശക്തമായിട്ട് എനിക്കെതിരെ എതിർക്കാൻ തുടങ്ങി. ഞാൻ ആ സുവിശേഷ വേലയ്ക്ക് പോകുന്നതിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് വീട്ടിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹം ഒത്തിരി വേണ്ടാത്ത പറയുകയും അങ്ങനെ ശാസിക്കുകയും തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഉള്ള ദൈവമക്കളും ദൈവദാസന്മാരും എൻ്റെ ആ കൂട്ടു സഹോദരനും ഒക്കെ നല്ല പ്രാർത്ഥനയും ആത്മീയ സപ്പോർട്ടൊക്കെ തരാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്ക് ദൈവവേല, എനിക്ക് അന്ന് ദൈവവേല ഒരു പാഷാണോ എന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. എനിക്ക് അങ്ങനെ പാഷായിട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെ വെള്ള ഷർട്ടൊക്കെ ഇട്ടാണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഈ ബൈബിള് പിടിച്ചുകൊണ്ട് വീട് വീടാന്തരം കറങ്ങി അല്ലെങ്കിൽ ഒരു സഭയുടെ ഭാഷയായിട്ടിരിക്കണമെന്നൊന്നും അങ്ങനെ ഒരു ആഗ്രഹമില്ല. പക്ഷെ എനിക്ക് ഞങ്ങളുടെ ആൾക്കാര്, അതായത് ഈ അന്ധകാരത്തിൽ കിടക്കുന്ന അതുപോലെ സത്യം അറിയാതെ കിടക്കുന്ന ആൾക്കാരോട് സുവിശേഷം പറയണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളത്തിലാണ്. അവരോട് ഈ സത്യം പറയണം. പക്ഷെ എനിക്ക് ബൈബിളിനെ കുറിച്ച് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരുന്നുകൊണ്ട് ഞങ്ങള് ഈ സൺഡേ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല. നമ്മുടെ ബൈബിളിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ബൈബിളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് സത്യത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയത്. അല്ല ഉപദേശിയാകണം എന്നുള്ള ആഗ്രഹത്തിലല്ല പോയത്. ഉപദേശിയാകണമെന്നോ ഒരു മാസ്റ്ററായി തീരണമെന്നോ ഒരു ചർച്ചിന്റെ മാസ്റ്ററാകണമെന്നോ ഒരു ജീവിതത്തിൽ ഒരു സുവിശേഷ വേല കാരനായി തീരണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതല്ല. ജസ്റ്റ് നമുക്കൊന്ന് ആരോട് ഞങ്ങളുടെ ആൾക്കാരോടൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ ജാതികളുടെ ഇടയ്ക്ക് പോയി സുവിശേഷം പറയുമ്പോൾ അവരോട് സത്യം പറയാൻ വേണ്ടി ഒരു വചനത്തിന്റെ കുറച്ച് അറിവുകൾ നമുക്ക് വേണമെന്നുള്ള ഒരു ചിന്താഗതിയെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി. ബൈബിൾ കോളേജിൽ പോയി BTH പഠിക്കാനിടയായി തീർന്നു. ആദ്യ വർഷത്തിൽ തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെയ്ത ബൈബിൾ കോളേജിൽ ഇരിക്കുന്നവരെല്ലാം ദേവദാസന്മാരൊക്കെ ആയിരുന്നു. മിക്കതും അന്ന് കൺവെൻഷൻ പോലും പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനിരുന്ന് പഠിക്കുന്നത്. കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരും സഭായാർജി ഇരിക്കുന്നവരും ഒക്കെയാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ ഇവരുടെ ഇടയ്ക്ക് ഒന്നും അറിയത്തില്ലാതെ ഞാൻ പോയിരുന്നു. ആദ്യം തന്നെ എനിക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേ നിർത്തി തിരിച്ചു പോയേക്കാമെന്ന് എൻ്റെ ഉള്ളിൽ അങ്ങ് തോന്നുന്നു. ഇവരുടെ ഇടയ്ക്ക് ഇരുന്ന് നമുക്ക് എങ്ങനെ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അവിടെയും ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, എന്നെ ബലപ്പെടുത്താൻ ഇടയായി തീർന്നു. വചനത്തിലൂടെ എന്നെ അവിടെ ശക്തീകരിക്കാൻ ഇടയായി തീർന്നു. 2ാം വർഷവും ഞാൻ ഇനി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, പോയേക്കാവും ചിന്തിച്ചു. പക്ഷെ അന്നും കർത്താവ് ബലപ്പെടുത്താൻ ഇടയത്തിൽ അങ്ങനെ ആ കോഴ്സ് പൂർത്തീകരിക്കാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ നോർത്ത് ഇന്ത്യൻ സുവിശേഷ വേലയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ദൈവം എനിക്ക് തരാൻ ഇടയായി തീർന്നു. 2002 ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം തരാൻ ഇടയായി തീർന്നു. അതിനെ വചനത്തിലൂടെ ദൈവം ആ ദർശനത്തെ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഇറങ്ങിയൊരു പാട്ട്, ഈ ദർശനത്തോടനുബന്ധിച്ചൊരു പാട്ട് ആ സമയത്ത് കേരളത്തിൽ ഇറങ്ങി. ആ പാട്ടും ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇങ്ങനെ വന്നത്. അപ്പം അതിന് ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യൻ മിനിസ്ട്രിയെ കുറിച്ചാണ്, വടക്കേന്ത്യൻ ശുശ്രൂഷയെ കുറിച്ച്, പ്രത്യേകിച്ച് ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാവും. ഒരു വലിയ ഉണർവിനെ കുറിച്ചാണ് ഈ ദൈവാത്മാവിനോട് ഇടപെട്ടത്. ആ ഉണർവിനെ കുറിച്ച് ഒരു ദൈവശബ്ദമാണ് ഞാൻ കേട്ടത്. ഒരു വലിയ ഉണർവിന് വേണ്ടി തയ്യാറാകുക, റെഡിയാകുക, അതിനുവേണ്ടി ഒരുങ്ങുക എന്നൊരു ദൈവശബ്ദം കേൾപ്പാനിടയത് എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടായ സംഭവമാണ്. ദേശം വിടുവിക്കപ്പെടാൻ പോവുക, രാജ്യം ഉണർത്തപ്പെടാൻ പോവുക, അതിനുവേണ്ടി തയ്യാറാകുക എന്നൊരു ദൈവശബ്ദം കേൾപ്പാനിടയായി. അതിനോടനുബന്ധിച്ച് ദൈവാത്മാവ് ഉടൻ തന്നെ എനിക്ക് വചനം തന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം കൂടെ എനിക്ക് കിട്ടി. ആ സമയത്ത് ഇറങ്ങിയ ഒരു പാട്ടും പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥ എന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കും നാഥ. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, വീറോടെ സുവിശേഷം പറഞ്ഞിട്ട്. ഈ പാട്ടും കൂടെ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഇടപെടാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി, ഉത്തരേന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഞാൻ അവിടെ ഒരു സഭയിൽ കൂടിക്കൊണ്ടിരുന്ന സഭയിലൊക്കെ പലപ്പോഴും ഈ വിസിറ്റേഴ്സ് ആയിട്ട് ഒക്കെ ദൈവദാസന്മാർ വരാറുണ്ട്. ഈ നോർത്തിലൊക്കെ ശുശ്രൂഷിക്കുന്നവരും ഇവിടെ വന്ന് ശുശ്രൂഷിച്ചായിട്ട് തിരിച്ചു വരുന്നവരും ഈ വടക്കേന്ത്യൻ വേല ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ വന്ന് അവരുടെ സാക്ഷ്യം പറയുകയും ഇവിടുത്തെ വേലയെക്കുറിച്ചും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ട ദൈവശബ്ദവും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശക്തമായിട്ടൊരു തീ ഇങ്ങനെ കത്തുക. എനിക്കും പൗലോസ് പറഞ്ഞ പോലെ ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാൻ ഒരു ഭയങ്കര ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ദൈവദാസന്മാരുടെ വചനം കേൾക്കുമ്പോഴും അവരൊക്കെ കടന്നു വന്നവിടെ അവരുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ, നോർത്തിലൊക്കെ ശുശ്രൂഷിക്കുന്നവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ
എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്ത് എനിക്കും കർത്താവിന് വേണ്ടി അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകണം. എനിക്കും നോർത്ത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. ജാതിയുടെ ഇടയിൽ എനിക്കും കർത്താവിന്റെ വേല ചെയ്യണം. പൗലോസ് പറഞ്ഞതുപോലെ, ഗലാത്യയിലെന്ത് പറഞ്ഞ പോലെ, പരിച്ഛേദനക്കാരുടെ ഇടയിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പത്രോസിനെ അഭിഷേകം ചെയ്ത ദൈവം ജാതിയുടെ ഇടയിലുള്ള വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നു പറഞ്ഞ പോലെ, ജാതിയുടെ ഇടയിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ കടന്നു വരുവാനിടയായി തീർന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഇത് കേട്ട ദൈവശബ്ദവും ദൈവനോട് ഇടപെട്ടതും വെച്ച് എല്ലാം കൂടെ വെച്ച് ഞാൻ ദൈവസേനയെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. നിരന്തരമായ വർഷങ്ങൾ പ്രാർത്ഥിക്കാനിടയായി തീർന്നു. 2002 കിട്ടിയ ആ ഒരു ദർശനമാണ്. ആ ദർശനം പ്രാർത്ഥിച്ച് 2007 ആയപ്പോഴത്തേന് ഞാൻ ഇടുക്കിയുടെ പ്രദേശത്ത് സഭാ ചാർജിൽ ഇരിക്കുകയാണ്. ഇടുക്കിയുടെ പ്രദേശത്ത് ഞാനൊരു സഭയുടെ ചാർജിൽ ഇരിക്കുമ്പോൾ ആ ചർച്ചിലെ, ഞാൻ ഇരിക്കുന്ന ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താനായിട്ട് ആഗ്രഹിച്ചു. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് സത്യത്തിൽ എനിക്ക് നോർത്തിലേക്ക് ഒരു വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വഴി തുറക്കുന്നു. നോർത്തിലേക്ക് വരാൻ വേണ്ടി ഒരു വഴി തുറക്കുന്നു. 2008 കിട്ടിയ ദർശനം ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നോർത്ത് ഇന്ത്യൻ വേലയ്ക്ക് വേണ്ടി. അങ്ങനെ 2007 ആയപ്പോഴത്തേന് എനിക്കൊരു ഇങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു അവസരം ഒരുങ്ങി. അപ്പൊ ആ സമയത്താണ് എൻ്റെ കല്യാണവും നടക്കാനിടയായി. അതും ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ബിലായിലുള്ള ഒരു ദേവദാസന്റെ മോളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരും മലയാളികളാണ്, വർഷങ്ങളായിട്ട് ഇവിടെ സുവിശേഷ വേല ചെയ്യുന്നവരാണ്. അവര് എൻ്റെ വൈഫൊക്കെ ഇവിടെ ജനിച്ചവരാണ്. അങ്ങനെ എനിക്ക് ഇങ്ങനൊരു ആലോചന വന്നു. അപ്പോൾ ആലോചന വന്നപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു ദൈവിക നിയോഗം വന്നു. കാരണം ഞാൻ എൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണം, ജാതികളുടെ ഇടയിൽ കർത്താവിന്റെ വചനം അറിയിക്കണമെന്നാണ്. അങ്ങനെ അപ്പം ഈ ഒരു വിവാഹം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഞങ്ങൾ അങ്ങനെ ഇവിടെ കടന്നു വന്നു, കാണുവാനിടയായി തീർന്നു. അങ്ങനെ വിവാഹം നടക്കാനിടയായി തീർന്നു. 2007 ഡിസംബർ മാസം 26 ഞങ്ങളുടെ വിവാഹം നടക്കാനിടയായി. ആ വിവാഹത്തിന് ശേഷം ഞാൻ നോർത്ത് ഇന്ത്യ വേലയ്ക്ക് വേണ്ടി ദർശനത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അങ്ങൊരു മുഖാന്തരം ഒരുക്കാൻ ദൈവം ഇടയാക്കി. 2007 ഡിസംബർ 26 വിവാഹം നടന്നു. 2008 ജനുവരി മാസം 15 ഞാൻ ആ സഭാചാർജും വിട്ട്, ഇടുക്കിയിലുണ്ടായിരുന്ന സഭാചാർജും വിട്ട്, കേരളത്തിലെ വേല വിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് കടന്നു വരാൻ കർത്താവ് സഹായിച്ചു. നോർത്ത് ഇന്ത്യ ഞാൻ ഛത്തീസ്ഗഡിൽ ഇവിടെ കടന്നു വന്നെങ്കിൽ ഇവിടുത്തെ ഭാഷയെ സാഹചര്യമൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇവിടെയുള്ള പല ദേവദാസന്മാർ, പ്രത്യേകിച്ച് മലയാളികളായിരിക്കുന്ന ദേവദാസന്മാരോടൊക്കെ ചേർന്ന് പല ഗ്രാമങ്ങളിൽ കടന്നുപോയി അവര് ട്രാൻസ്ലേഷൻ ചെയ്യും, ഞാൻ പ്രസംഗിക്കും. അങ്ങനെ അനവധി ഗ്രാമങ്ങളിൽ കടന്നുപോയി സുവിശേഷം അറിയിപ്പാനൊക്കെയും കർത്താവ് കൃപ നൽകി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിന്റെ ഗ്രാമങ്ങളിലും ഒറീസയിലെ ചില ഗ്രാമങ്ങളിലും കർത്താവിന്റെ വേല ചെയ്യുവാനുള്ള ഒരു ഓപ്പണിംഗ് എനിക്ക് ലഭിക്കാനിടയായി. ഞാൻ വന്നതിന് ശേഷം ഒരു 5-6 വർഷത്തോളം ഞാൻ മലയാളത്തിൽ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മലയാളത്തിൽ പ്രസംഗിക്കും, ദേവദാസന്മാരെ ട്രാൻസ്ലേഷൻ ചെയ്തു. ഇത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് ഒരു 5 വർഷം കഴിഞ്ഞ് 6-ാമത്തെ വർഷത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് തന്നെ ഇടപെടാൻ തുടങ്ങി. സത്യത്തിൽ നീ മലയാളത്തിൽ പ്രസംഗിക്കാനാണ് നിനക്ക് കേരളത്തിൽ നിന്നാ പോരായിരുന്നു. മലയാളത്തിൽ വിശേഷ വേല ചെയ്യാനാണെങ്കിൽ, മലയാളികളെ നേടാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വേല ചെയ്യാനാണോ വന്നതെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷനുമായിട്ട്, ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെടണം. ഇവിടുത്തെ ആ ഭാഷയിൽ കർത്താവിന്റെ വചനം സംസാരിക്കാനിടയായി തീർന്നു. അങ്ങനെ ദൈവാത്മാവ് ഇടപെട്ട മുഖാന്തരം ഞാൻ ഇവിടെയുള്ള നമ്മുടെ ദേവദാസന്മാരുമായിട്ടും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള സഹോദരന്മാരും ദേവദാസന്മാരും ഒക്കെ ആയിട്ട് ഞാൻ അധികമായിട്ട് കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ അല്പമായിട്ട് കർത്താവ് എന്നെയും ഭാഷയെ പഠിപ്പിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒരു വേല ഒരു ഗ്രാമത്തിൽ തുടങ്ങി. ഇവിടെയുള്ള എൻ്റെ ഒരു ഇവിടുത്തുകാരൻ തന്നെ, ഒരു ദേവദാസൻ തന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഇടയായി തീർന്നു. എനിക്കന്ന് ഹിന്ദി അങ്ങനെ അറിയത്തില്ല, പാട്ടുകൾ കുറച്ചൊക്കെ അറിയാം, പാട്ട് പാടും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂ. പിന്നെ അല്പമായിട്ട് ചെറിയതായിട്ട് സ്റ്റാർട്ടിങ്ങിലൊന്ന് ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അപ്പോഴും കേട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എൻ്റെ വാക്ക് കേട്ടാൽ ചിലപ്പോൾ അവരിന്ന് ചിരിക്കുന്ന കാണാം. അത് നമ്മൾ പറയുന്ന പൊട്ടത്തരം പോലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു പ്രവർത്തനം തുടങ്ങാനായിട്ട് കർത്താവ് ഇടയാക്കി. അതിലൂടെയാണ് കർത്താവ് ഈ ഭാഷയിൽ എന്നെ കുറച്ച് മുന്നോട്ട് കർത്താവ് നയിക്കാനിടയായി തീർന്നു. അങ്ങനെ ഇവിടുത്തെ ദേവദാസന്മാര്, പ്രത്യേകിച്ച് വില്ലേജ് ഏരിയ, ഉൾഗ്രാമങ്ങളിൽ, ഞാൻ ഇപ്പം പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ ഛത്തീസ്ഗഡിലെ ഈ ആദിവാസി ഏരിയകളൊക്കെയാണ്, ട്രൈബൽസ് ഏരിയ, ആദിവാസി ഏരിയയിലൊക്കെയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ കടന്നു പോകാനും കർത്താവിന്റെ വചനം ഇവിടുത്തെ ഭാഷയിൽ, ഹിന്ദിയിൽ സംസാരിപ്പാനൊക്കെയും കർത്താവ് കൃപ തരാൻ ഇടയായി തീർന്നു. ഇന്ന് ഏകദേശം 17ഓളം വർഷമായിട്ട്
ഛത്തീസ്ഗഡിലും അതുപോലെ ഒറീസയുടെ ഗ്രാമങ്ങളിലും ഒക്കെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് എന്നെ ഒത്തിരി മാറ്റുവാനിടയായി തീർന്നു. ഇതിനിടയ്ക്കൊക്കെ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിലും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിനായിട്ട് ഉപരിയായി ഞാൻ കർത്താവിനെ ഉയർത്താനും കർത്താവിന്റെ സുവിശേഷം പങ്കുവെക്കുന്നതിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒത്തിരി ദൈവമക്കള് അത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പം ഗ്രാമങ്ങളിൽ ഒരു 8-10ഓളം പാസ്റ്റർമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒഡീഷയിലും ഇവിടെ ഛത്തീസ്ഗഡിലും ഒക്കെ ആയിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലും ഉണ്ട് നമ്മുടെ ചില വേല സ്ഥലങ്ങളുണ്ട്, നിവാസന്മാരുണ്ട്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കടന്നു പോകാനും സുവിശേഷം അറിയിക്കാനും ചില പുതിയ സഭകളൊക്കെ പോയിടത്തൊക്കെ ഉണ്ടാവാനൊക്കെയും കർത്താവ് ഇടയാക്കി. അപ്പോൾ തന്നെ പലയിടങ്ങളിൽ ഇന്ത്യയുടെ ഏകദേശം ഒരു 14-15ഓളം സ്റ്റേറ്റുകളിൽ ഇത് കടന്നുപോയി കർത്താവിന്റെ വചനം സംസാരിക്കാനും സുവിശേഷം അറിയിക്കാനും ഒക്കെ കർത്താവ് ഇടയാക്കി. ഇന്നും ആ കൃപയിൽ കർത്താവ് നടത്തുന്നു. ഇത്തിരി കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി അത് ചെയ്തു ഇത് ചെയ്തു നമ്മുടെ പഴയ കാര്യങ്ങൾ ഒത്തിരി വർണ്ണിക്കുന്നതിനേക്കാൾ ഉപരി യേശു ചെയ്തതിനെ കുറിച്ച് പറയുവാനാണ് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പത്രോസിനെ അഭിഷേകം ചെയ്തു, അപ്പോസ്തലന്മാരെ അഭിഷേകം ചെയ്തത് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പാരമ്പര്യവും നമ്മൾ പോയ വഴി നമ്മൾ അങ്ങനെ ആയിരുന്നു, നമ്മൾ വലിയ ആളായിരുന്നു, ഇന്ന ചെയ്തു എന്നതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവം, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതും അതുപോലെ നമ്മിലൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുവാനാണ് കർത്താവ് അഭിഷേകം തന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി. അങ്ങനെ ആ വചനം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടൊരു വചനമാണ്. ഒരിക്കൽ എന്റെ പിതാവ് എന്നെ സുവിശേഷ വേലയിൽ നിന്ന് പോലും മാറ്റാൻ വേണ്ടി എന്നെ വിദേശത്ത് പോലും ജോലിക്ക് വിടാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി. പക്ഷെ ദൈവാത്മാവ് എന്നോട് ഈ വചനമാണ് ഇടപെട്ടത്. കാരണം നീ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്താൽ കൂടി വന്ന 2 വർഷം 3 വർഷം അല്ല 5 വർഷം പോയി അവിടെ പോയി ഒരു രാജ്യത്ത് പോയി കിടന്ന് അധ്വാനിക്കും, നീ പൈസ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പോസ്തലപ്രവൃത്തി 1:8 നീ എടുത്ത് വായിക്കും. അതിനകത്ത് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിന്നാൽ നീ ഒരിടത്ത് മാത്രമല്ല, ഒരു രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ അറ്റത്തോളം നിന്നെ എന്റെ സാക്ഷിയാക്കി മാറ്റാൻ എനിക്ക് പദ്ധതിയുണ്ട്. ആ വചനം ദൈവത്തിന് ആത്മാവിനെ ഇടപെട്ടു. ഞാൻ എതിർത്തപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് എന്റെ പിതാവ് വളരെ എതിർത്തെങ്കിലും പിന്നീട് കർത്താവ് ചെയ്ത ചില പ്രവർത്തികളും എന്റെ ജീവിതത്തിൽ ഉണ്ടായ ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കണം ഇടയായി തീർന്നു. ഇന്ന് ഞാൻ 17 വർഷമായിട്ട് കർത്താവിന്റെ വേലോടനുസരിച്ച് എന്റെ ഫാമിലി, വൈഫ്, ഒരു മോനുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അവന്റെ പേര് ജോഷുവ എന്നാണ്, ഭാര്യ മിനി, അനീഷ്, ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ ചെറിയ സ്കൂളും അതുപോലെ ചിൽഡ്രൻസ് ഹോം ഒക്കെ ഉണ്ട്. എന്റെ ഫാദർ ലോയും പാഷും ആണ്, അവരും കർത്താവിന്റെ വേലയിലാണ്. എന്റെ ഇളയ അനിയൻ വിദേശത്ത് UK അവൻ കർത്താവിന്റെ വേലയും ജോലിയോടനുബന്ധിച്ച് ചെയ്യുന്നു. അപ്പോൾ തന്നെ എന്റെ 2ാമത്തെ അനിയനും അവൻ ഡൽഹിയിലായിരുന്നു കുടുംബമായിട്ട്, അവനും കർത്താവിൽ വരാൻ ഇടയായി തീർന്നു. അവനും സ്നാനപ്പെട്ട് അവനും കുടുംബം കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് കർത്താവിന്റെ മക്കളായി കർത്താവിന്റെ സനി വരുവാൻ കർത്താവ് ഇടയാക്കി. ദൈവജനം പറയുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബം രക്ഷപ്പെടാകും. ഞങ്ങളുടെ മാതാവ് 2015 ഒരു അസ്വസ്ഥ രോഗമൊക്കെ ഉണ്ടായി, ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ചാളൊക്കെ കിടക്കുവാൻ ഇടയായി തീർന്നു. എങ്കിലും പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥനയോടും ആരാധനയോടും കൂടി താനും ജീവിപ്പാൻ ഇടയായി തീർന്നു. എന്റെ മാതാവ് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ആ നിമിഷവും ഞാനും ഫാമിലി അടുത്തുണ്ട്. ഞങ്ങള് അന്ന് ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ പാടി ആരാധിച്ച്, മാതാവും ആ കിടക്കയിൽ തന്നെ കിടന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് ഞാൻ അടുത്ത റൂമിലേക്ക് എന്റെ ബൈബിള് വെക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം മാതാവ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങള് ബൈബിള് വെക്കാൻ വേണ്ടി തൊട്ടടുത്ത റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന മാതാവിനെ വിളിക്കുമ്പോൾ അനക്കമില്ല. കർത്താവിൽ ചേർക്കപ്പെടാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ദൈവസനി വരുന്നത്, കൃപയിൽ വരുന്നത് കാണാനുള്ള ഭാഗ്യം എന്റെ മാതാവിനുണ്ടായി. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി വന്നു. വലിയ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. ശാരീരികമായിട്ടുള്ള പീഡനത്തിലൂടെയും ഒക്കെ കടന്നുപോയി. ആ വെല്ലുവിളിയുടെ നടുവിലും കർത്താവിന്റെ കൃപയാൽ കർത്താവ് തന്നെ നിർത്തുവാൻ ഇടയായി തീർന്നു. ഞങ്ങളൊക്കെ എതിർത്തവരും പരിഹസിച്ചവരും ഒക്കെ ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്നത് കാണുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനൊക്കെയും കർത്താവ് ഭാഗ്യം നൽകി. തന്നെയുമല്ല, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് 2 പേരെ കർത്താവ് വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത് കാണുവാനും ഇടയായി. 2 പേരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ഇറക്കുന്നത് കണ്ടേച്ചാണ് കർത്താവിന്റെ മാതാവിനെ വിളിക്കാൻ ഇടയായി തീർന്നത്. അന്ന് ദൈവത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം ചെയ്ത വലിയ വലിയ കാര്യങ്ങളെ ഓർത്ത് ഞാൻ
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ബലപ്പെടുത്തിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഏരിയയിൽ ഇന്ന് ഒത്തിരി പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ ഒത്തിരി പേര് വന്നു, ഒത്തിരി പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ വന്നു. നേരത്തെ മുഴുവൻ സമുദായ ചർച്ചുകൾ മാത്രമുള്ളായിരുന്നു. ഇന്ന് ഒത്തിരി പെന്തക്കോസ്റ്റൽ ചർച്ചുകളുണ്ട്. പെന്തക്കോസ്റ്റിൽ അനേകർ വരുവാനിടയായി. ഞാൻ കണ്ട ആദ്യം എൻ്റെ ചെറുപ്പത്തിൽ കണ്ട ഒരു കുടുംബമുള്ളായിരുന്നു. ആ കുടുംബം എന്ന് പറഞ്ഞാൽ അവരിന്ന് അറിയപ്പെടുന്ന ബിസിനസ്സുകാരാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരാണ്, വലിയ കോടീശ്വരന്മാരാണ്. പക്ഷെ നമ്മുടെ ദേശത്തു നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിപ്പാനിടയായി തീർന്നു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, അന്ന് ക്രൈസ്തവരായിരുന്ന അന്നത്തെ കൂട്ടുകാരും പലരും ഒക്കെ അവരൊക്കെ മദ്യപിക്കുകയും വീടി വലിക്കുകയും ലോകത്തിന്റെ ഇതിൽ ജീവിക്കുമ്പോൾ ഇന്ന് കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കലും ഒരു വേലയ്ക്ക് ഇറങ്ങണമെന്നോ ഒരു ഉപദേശിയാകണമെന്നോ ഒരു ദൈവസ്ഥനി കടന്നു വരണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നാൽ, പക്ഷെ കർത്താവ് ജീവിതത്തെ മാറ്റിമറിക്കാനിടയായി തീർന്നു. കർത്താവിന്റെ വചനം പറയുന്ന പോലെ യോഹന്നാൻ 15:16 കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് കടന്നു വരുവാൻ തക്കവണ്ണം വരെയായി തീർന്നു. അവിടെ കർത്താവ് അന്ന് ആരും ഒരു ഓഫർ തരുമോ, നിങ്ങളെ ഇന്ന തരാമെന്നോ, വിദേശത്ത് കൊണ്ടുപോകാമെന്നോ, അത് ചെയ്യാവുന്നോ ഇത് ചെയ്യാവുന്നോ, ആരും ഒരു ഓഫർ ചെയ്തിട്ടല്ല. സത്യം അറിയാൻ വേണ്ടി, സത്യത്തിന് വേണ്ടി, സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവാഞ്ച, ഒരു അന്വേഷണം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കർത്താവ് എന്നോട് സംസാരിക്കാനിടയായി. വചനത്തിലൂടെ തന്നെ എന്നെ ദൈവം സംസാരിക്കാനിടയായി. എന്നെ ബലപ്പെടുത്തിയത് 3 വചനത്തിലൂടെ ദൈവം എന്നോട് ഇടപെട്ടു. അതിനകത്ത് ഒന്നാമത്തെ വചനം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 9:31 വാക്യം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവേഷ്ടം ചെയ്ത് അല്ലയ്യ അവന്റെ കൽപ്പന അനുസരിക്കുന്നവന്റെ പ്രാർത്ഥന എത്രയും അവൻ കേൾക്കുന്നതെന്നൊരു വചനം. ഈ വചനം ദൈവം എന്നോട് ഇടപെടാൻ ഇടയായി തീർന്നു. ബൈബിൾ എന്താണ്, ബൈബിളിലെ വചനം എവിടെയാണ് ഈ വചനം കിടക്കുന്ന പോലും അറിയാത്ത സമയത്ത് ദൈവാത്മാവ് ഇടപെട്ടത്. അടുത്ത് എന്നോട് ഇടപെട്ട രണ്ടാമത്തെ വചനം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യം ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അടുത്ത മൂന്നാമത്തെ ഒരു വേട് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടത് അപ്പോസ്തല പ്രവൃത്തി 4:12 എല്ലാവർക്കും അറിയാവുന്ന വാക്യം, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും. അപ്പോൾ അന്ന് വരെ ഞാൻ എൻ്റെ പഴയ പാരമ്പര്യമാണ് വലുത്, ആ ഒരു രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യനായത് എന്നോട് ദൈവാത്മാവ് ഇടപെട്ട വചനമാണ്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും. അങ്ങനെ ദൈവം എന്നോട് ഡയറക്റ്റ് ഈ വചനത്തിലൂടെ ഇടപെട്ടു. അങ്ങനെ ദൈവറിവിലേക്ക് വരാനുള്ള ഭാഗ്യം കർത്താവ് തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇപ്പോൾ നോർത്തിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവദാസനോടും ഈ മിനിസ്ട്രിയോടുമുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയപിതാവേ, കർത്താവേ, നിന്റെ വചനം പറയുന്നല്ലോ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യവർഗത്തിന് രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ ഏകനാമമല്ലാതെ മറ്റൊരു നാമമില്ല. കർത്താവെ, അവിടുന്ന് കർത്താവെ ജാതികളായിരുന്ന അടിയങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ആ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശമായി അടിയങ്ങളെ അവിടുന്ന് തെരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ വാഗ്ദത്തമുണ്ട്, വചനമുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. അവിടുന്നാണ് സത്യം, അവിടുത്തെ വാഗ്ദത്തം, അവിടെ വചനമുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ല ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവെ, അനേകർ ഈ സത്യം അറിയുവാൻ തക്കവണ്ണം കർത്താവെ ജനത്തിന്റെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് ലുദിയായുടെ ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവ് അനേകരുടെ ഹൃദയങ്ങളെ ദിവസങ്ങളെ തുറക്കണമേ. അനേകർ സത്യദൈവവും നിത്യജീവനുമാകുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാനും അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് നിത്യജീവൻ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യ അനുഗ്രഹിക്കണം. ഇത്രത്തോളം കർത്താവെ ജീവിതത്തിലെ അനുഭവങ്ങൾ, കർത്താവിൽ വന്നതിനുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം. അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. സകലമാനുമത്വം പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ അനീഷ് കെ പോൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ
സമയം വേർതിരിച്ചത് ഓർത്ത് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com